പ്രോബ്ലംസ്. അതായത് സിലിണ്ടർ, കോൺ, സ്പിയർ, ഹെമിസ്ഫിയർ. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ള ഇതാണ് എടുത്തേക്കുന്നത്. എന്ന് വെച്ച് ബാക്കി സോളിഡ്സ് ഉള്ളത് വരില്ല എന്നുള്ളതല്ല, അത് വരാം. ഒരു സിമ്പിൾ സിലിണ്ടറിന്റെ മുകളിലൊരു പിരമിഡ്, പെന്റഗണൽ പിരമിഡ് റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. മാക്സിമം രണ്ട് കോമ്പിനേഷനാണ് വരാൻ വഴിയുള്ളൂ. 3 കോമ്പിനേഷനൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കെന്തായാലും ഒരു ഫസ്റ്റ് പ്രോബ്ലം നമുക്കൊന്ന് എടുക്കാം. ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ പതുക്കെ നിങ്ങൾ എഴുതിയെഴുതാനും മതി. ഫസ്റ്റ് പ്രോബ്ലം കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഷെയർ ചെയ്തല്ലേ. ഇത് കാണാൻ പാടില്ലേ? ബോർഡ് കാണാൻ പാടില്ലേ? കാണാം സാർ. So to draw the isometric view of a sphere of diameter 60 mm kept centrally on a square prism, side of base 50 mm and height 30 mm. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഡയമെൻഷനിൽ വരയ്ക്കുന്ന വ്യൂ ആണ്. ഒരു സെക്കൻഡ്, ഒരു ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ക്യൂബില്ല, സോറി സ്ഫിയർ, കംപ്ലീറ്റ് സ്ഫിയർ ഇവിടെ ഇല്ല. ഞാൻ ഒരു സ്ഫിയർ ആണുള്ളത്, അത് വെച്ചിട്ട് പറയുന്നത്. ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഇതിന്റെ ഐസോമെട്രിക് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക. സിമ്പിൾ പൊസിഷൻ വരച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അതായത് നമ്മൾ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ചെരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 എഡ്ജസ് കാണണം. ഈ ടോപ്പ് ഉൾപ്പെടെ ഈ ടോപ്പ് ഏതെങ്കിലും 2 സൈഡ് ഇത് ഉൾപ്പെടെ കാണാൻ പറ്റണം. ഇതിനെയാണ് നമ്മൾ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നേരെ വെച്ചേക്കുമല്ല, നമ്മളിതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ടിൽറ്റ് ചെയ്യുവാണ്. ആ ടിൽറ്റ് ചെയ്യണത് എങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മളൊരു ഒബ്ജക്റ്റിന്റെ ഒരു 3 ഡയമെൻഷണൽ ഫിഗർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് 3 എഡ്ജസ് നമുക്ക് കാണാൻ പറ്റണം. 3 ഫേസസ്, എഡ്ജസ് അല്ല ഫേസസ് നമുക്ക് കാണാൻ പറ്റണം. സാധാരണ രീതിയിൽ ടോപ്പ് 2 സൈഡ് ഫേസ്, അതല്ലെങ്കിൽ സാധാരണ ശരിക്കാറുള്ളത് ഇങ്ങനെയാണ്. ബോട്ടം ഫേസ് അല്ലെങ്കിൽ ഈ ബോട്ടം ഫേസും ഈ 2 സൈഡ് ഫേസസും. പക്ഷെ നമ്മൾ വരയ്ക്കാൻ പോണത് കംപ്ലീറ്റ് എങ്ങനെയാണ്? നമ്മൾ വരയ്ക്കാൻ പോണത് ഇങ്ങനെയാണ് അല്ലെ? നമ്മളെല്ലാത്തിനും ടോപ്പ് ഫേസും 2 ഇതുമാണ് വരയ്ക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇതിന്റെ മെത്തേഡ്. അപ്പൊ ഇവിടെ 2 മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാം. ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യൂബ് അതിന്റെ ഒറിജിനൽ സൈസിൽ വരയ്ക്കും. അതിനെയാണ് നമ്മൾ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സ്ഫിയർ വരയ്ക്കുമ്പോൾ ഇവിടെ കുറച്ച് റൂൾസ് വ്യത്യാസമുണ്ട്. സ്ഫിയർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ടച്ച് ചെയ്യണ പോയിന്റ് അല്ലെ, അത് വേണ്ട ഇതിന്റെ ഇവിടെയാണ് വരിക. അതായത് ഈ 3 ഡയമെൻഷണൽ ഫിഗർ വരയ്ക്കുമ്പോൾ ഇതിന്റെ മൊത്തം സർഫസ് ഇതിനെ കവർ ചെയ്ത് വരും അല്ലെ? ടച്ച് ചെയ്യണ പോയിന്റിനെ കവർ ചെയ്ത് വരും അല്ലെ? ടച്ച് ചെയ്യണ പോയിന്റ് എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1.2 ടൈംസ് റേഡിയസ് എടുത്തിട്ട് വരയ്ക്കണം.
മനസ്സിലായോ? വ്യൂ ആണെങ്കിലും സ്ഫിയർ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, എൻലാർജ് ചെയ്തിട്ട് വരയ്ക്കണം. ആ പോയിന്റ് ഓർത്തിരിക്കുക. ഐസോമെട്രിക് വ്യൂവിൽ നമ്മൾ ബാക്കി എല്ലാ ഡയമെൻഷൻസും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഒറിജിനൽ സൈസിലാണ് വരയ്ക്കുന്നത്. പക്ഷെ സ്ഫിയർ മാത്രം എന്താണ്, അതിന്റെ റേഡിയസ് മാത്രം എൻലാർജ് ചെയ്ത് വരയ്ക്കും. അതെന്തിനാന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ നിങ്ങൾ നോക്കിയ ടച്ച് ചെയ്യണ പോയിന്റ് ഇവിടെയാണ്. പക്ഷെ സ്ഫിയർ എന്താണ്, സ്ഫിയർ ഇങ്ങനെ കർവ് ചെയ്ത് വരും അല്ലെ, അതായത് ഇച്ചിരി എൻലാർജ് ചെയ്താണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1.2 ടൈംസ് എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. മറന്നു പോകരുത്, സ്ഫിയർ ഐസോമെട്രിക് വ്യൂവിൽ 1.2 ടൈംസ് എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഈ സ്ഫിയറിന്റെ സെന്റർ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും ഏത് സർഫസ് ആണോ ആ സർഫസിന്റെ സെന്ററിലായിരിക്കും ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ സെന്ററിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ട് ഇതിന്റെ സെന്റർ ഉണ്ടല്ലോ, ഈ സെന്ററിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, സ്ഫിയറിന്റെ റേഡിയസ് മുകളിലേക്ക് മാർക്ക് ചെയ്യും. അതായത് ഇതിന്റെ മുകളിൽ കൊണ്ടേ വെക്കണം അല്ലെ. അപ്പോ ഇതിന്റെ സെന്ററിൽ നിന്നും ഇതിന്റെ റേഡിയസ് മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്കിതിന്റെ സെന്റർ കിട്ടും. ഈ സെന്ററിൽ കുത്തിയിട്ട് എന്ത് ചെയ്യണം, 1.2 ടൈംസ് റേഡിയസ് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്ഫിയർ. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വരയ്ക്കുമ്പോൾ സെന്റർ ലൊക്കേറ്റ് ചെയ്ത് നിങ്ങൾ സ്ഫിയർ വരയ്ക്കുന്നുണ്ടല്ലോ, ഈ സെന്റർ ലൊക്കേറ്റ് ചെയ്യുമല്ലോ, ഇതിന്റെ മുകളിലേക്കാണല്ലോ നമ്മൾ കൊണ്ടുപോയി വെക്കണേ. അപ്പോ സ്ഫിയർ വരയ്ക്കുമ്പോൾ ഇതിന്റെ റേഡിയസ് മുകളിലേക്ക് മാർക്ക് ചെയ്തു, എന്നിട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒന്ന് മാത്രം ഓർത്താൽ മതി, ഈ സെന്ററില്ലേ, ഈ സെന്ററിലും വലുതായിരിക്കണം നമ്മൾ വരയ്ക്കണേ സ്ഫിയറിന്റെ റേഡിയസ്. അങ്ങനെ വന്നില്ലെങ്കിൽ, അങ്ങനെ വരണുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വന്നില്ലെങ്കിൽ എവിടെയോ തെറ്റിയിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കുക. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മൾ എന്താ ചെയ്യണതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഐസോമെട്രിക് പ്ലെയിനിലേക്ക് നമ്മൾ ശരിക്കും ഇതിനെ നമ്മൾ പ്രൊജക്ഷൻ പഠിച്ചോ, ഇമേജ് എടുക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ് സൈസിലായിരിക്കും. അപ്പോൾ ആ റെഡ്യൂസ്ഡ് സൈസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഐസോമെട്രിക് സ്കെയില് നമ്മൾ വരയ്ക്കും. അപ്പൊ ഐസോമെട്രിക് സ്കെയില് എന്തായാലും നമ്മൾ ഡയമെൻഷൻ നമ്മൾ കാൽക്കുലേറ്റർ എടുത്താലും മതി, പക്ഷെ ഐസോമെട്രിക് സ്കെയിൽ എന്തായാലും വരയ്ക്കണം. കാരണം ഐസോമെട്രിക് പ്രൊജക്ഷനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്തുണ്ട്, ആ ഐസോമെട്രിക് സ്കെയിൽ വരച്ചതിന് മാർക്കുണ്ട്. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എല്ലാ ലീനിയർ ഡയമെൻഷൻസും എടുക്കേണ്ടത്. ഐസോമെട്രിക് വ്യൂവില് നമ്മൾ എല്ലാം എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഒറിജിനൽ ഡയമെൻഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ. ഐസോമെട്രിക് വ്യൂവില് സ്ഫിയർ എൻലാർജ് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. നമ്മൾ ഐസോമെട്രിക് സ്ഫിയർ എൻലാർജ് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. ഐസോമെട്രിക് പ്രൊജക്ഷനിലോ, ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ബാക്കി എല്ലാ ഡയമെൻഷൻസും നമ്മൾ എങ്ങനെയാ വരച്ചേ, ചെറുതാക്കിയല്ലേ വരച്ചേ അല്ലെ, 0.82 എടുത്തിട്ടല്ലേ വരച്ചേ. അപ്പോ ഈ സെന്റർ ലൊക്കേറ്റ് ചെയ്യണതും എന്തായിരിക്കും, 0.82 ഹൈറ്റിലാണ്, 0.82% ഹൈറ്റിലാണ്. അപ്പൊ നമ്മൾ സ്ഫിയർ വരയ്ക്കുമ്പോൾ ഒറിജിനൽ റേഡിയസിൽ വരച്ചാൽ മതി. ഒന്നുകൂടി പറയാം, ഐസോമെട്രിക് പ്രൊജക്ഷനിലെ സ്ഫിയർ ഒറിജിനൽ റേഡിയസിലാണ് വരയ്ക്കേണ്ടത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക എവിടെയെങ്കിലും. ഐസോമെട്രിക് പ്രൊജക്ഷനിലെ സ്ഫിയർ ഒറിജിനൽ റേഡിയസിലാണ് വരയ്ക്കേണ്ടത്. ഐസോമെട്രിക് വ്യൂവില് സ്ഫിയർ എൻലാർജ് ചെയ്തിട്ട് 1.2 ടൈംസ് റേഡിയസിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം, നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കോമ്പിനേഷൻ ആയിരിക്കും എന്തായാലും വരിക, ഡെഫിനറ്റ്ലി കോമ്പിനേഷൻ ആയിരിക്കും വരിക. നിങ്ങൾക്കൊരു ക്യൂബും ഒരു സ്ഫിയറും അല്ലെങ്കിൽ ഒരു സിലിണ്ടറും അതൊന്നും ഇമാജിൻ ചെയ്യാൻ വലിയ പാടില്ല അല്ലെ. അതിന്റെ മുകളിലൊരു സാധനം കയറ്റി വെക്കും. ചിലപ്പോ
ഇതുപോലൊരു പെൻഡായിരിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്. എഡ്ജസ് ഉള്ളത് വന്നു കഴിഞ്ഞാൽ ഈസിയാണ് വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും വരയ്ക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക. ഡയറക്റ്റ് വേണമെങ്കിൽ വരയ്ക്കാം. ഈ ക്യൂബൊക്കെ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ വരച്ചു തുടങ്ങാം. പക്ഷേ ഈ സിമ്പിൾ പൊസിഷനിൽ ആ ഡ്രോയിങ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മൾ ഇതൊന്ന് തെറ്റിപ്പോയെന്ന് വിചാരിക്കും, ഐസോമെട്രി തെറ്റിപ്പോയെന്ന് വിചാരിക്കും, ഈ സിമ്പിൾ പൊസിഷൻ വരച്ചതിന് ഒരു 5-6 മാർക്ക് ഉണ്ടാവും. എങ്ങനെ പോയി കഴിഞ്ഞാൽ 4-5 മാർക്ക് ഉണ്ടാവും. ആ 5 മാർക്കും ബാക്കി മറ്റേതിനകത്തുനിന്ന് കൂടി നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും. ഡയറക്റ്റ് ഇതൊക്കെ വരയ്ക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് വരച്ചു തുടങ്ങാം. സിമ്പിൾ പൊസിഷൻ വരയ്ക്കാതെ തന്നെ വരച്ചു തുടങ്ങാം. പക്ഷെ ഈ സിമ്പിൾ പൊസിഷൻ ഉണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആണ്. നമുക്ക് എന്തെങ്കിലും എറർ ഐസോമെട്രിയിൽ പറ്റിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക. എന്നിട്ട് 30 ഡിഗ്രിയിൽ ഒരു അതിന്റെ എഡ്ജസ് മാർക്ക് ചെയ്യുക. ഇതിന്റെ ഹൈറ്റ് ഒരു ബോക്സ് കൺസ്ട്രക്ട് ചെയ്യുക. അല്ലേ? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോ ഒരു ഞാൻ വേറൊരു വിടുക. ഇപ്പൊ ഒരു ഓഡിബിൾ ആണോ? അതെ സാർ, ഓഡിബിൾ. ഓക്കെ, ഈ ഒരു പെന്റഗൺ ആണ് വരയ്ക്കേണ്ടതെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യണത്? ഈ പെന്റഗന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം. നമുക്ക് ബോക്സ് ഉണ്ടാക്കണമല്ലോ. ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത്രയും സാധനത്തിന് ഒരു റെക്ടാങ്കുലറിനുള്ളിലേക്ക് ഇൻസ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ റെക്ടാങ്കുലർ എടുത്തിട്ട് എന്ത് ചെയ്യണം? ബോക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോ വേറെ ഏത് ജോമെട്രി ആണെങ്കിലും, ഇപ്പോ ട്രയാങ്കുലർ പിരമിഡ് ആണെങ്കിലും നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? ഇതിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കും. എന്നിട്ട് അതിനെ ഒരു റെക്ടാങ്കുലർ ബോക്സിനുള്ളിലേക്ക് ഇൻസ്ക്രൈബ് ചെയ്യും. എന്നിട്ട് ആ ബോക്സ് എടുത്ത് മാറ്റി നമ്മുടെ ഐസോമെട്രിക്കിന് വേണ്ട ബോക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് അതിന്റെ കോമൺ പ്രൊസീജിയർ. അപ്പൊ 30 ഡിഗ്രി നമ്മളൊരു കോമൺലി പല ആംഗിൾസും എടുക്കാറുണ്ട്. ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ് അതിന്റെ സൈഡ് എഡ്ജസ് എടുക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. നമുക്ക് അതിന് ഫസ്റ്റ് പ്രോബ്ലം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ പല എക്സാമ്പിൾക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണത്. അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഇതിന്റെ സിമ്പിൾ പൊസിഷൻ അങ്ങ് വരച്ചോളൂ കേട്ടോ. ഒരെണ്ണം നമുക്ക് ഫുള്ള് ചെയ്യാം. ബാക്കിയുള്ളത് ഇത് ഐസോമെട്രിക് വ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് ഐസോമെട്രിക് സ്കെയിൽ വേണ്ട, അല്ലെ? എല്ലാം ഒറിജിനൽ സൈസിൽ വരച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണത് എങ്ങനെയാണ്? വായിച്ചിട്ട് ഐസോമെട്രിക് വ്യൂ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണോ എന്ന് നോക്കുക. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിന്റെ ഐസോമെട്രിക് സ്കെയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. നെക്സ്റ്റ് പ്രോബ്ലം അതാണ്. അത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം, അല്ലെ? അപ്പോ സിമ്പിൾ പൊസിഷൻ ഒരു എക്സ് വൈ ലൈൻ വരച്ചു. ഇതിന്റെ മുകളിൽ എന്താണ്? ഒരു സ്ക്വയർ പ്രസ് ആണ്, അല്ലെ? സ്ക്വയർ പ്രസ് ആണ്. അതിന്റെ സൈസ് 50 mm, 30 mm ഹൈറ്റ്. അപ്പൊ ഇതിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും? ടോപ്പ് വ്യൂ 50 ഒരു സ്ക്വയർ ആയിരിക്കും. 1 2 3 4 5. നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുക കേട്ടോ. സ്കെയിൽ വെച്ചിട്ട് തന്നെ വരയ്ക്കുക. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് എക്സാമിന് നിങ്ങളുടെ ആൻസർ ഷീറ്റിനകത്ത് ഐസോമെട്രിക് ഷീറ്റ്, ഈ 30 ഡിഗ്രി എടുത്ത് വരയ്ക്കാനുള്ള ഷീറ്റ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനെ 30 ഡിഗ്രി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കണ്ടേ? ഇങ്ങനത്തെ ഷീറ്റ് ഉണ്ട്. നിങ്ങൾ അത് തൽക്കാലം യൂസ് ചെയ്യേണ്ട. ഞാൻ പ്രിഫർ ചെയ്യണം. അത് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ആ ഷീറ്റിനകത്ത് വരച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് അതിനകത്ത് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ ഈ ഗ്രിഡ് പേപ്പറിൽ മാത്രം ചെയ്താൽ മതി. അതൊന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്നവരെ അത് ഉപയോഗിക്കാൻ മനസ്സിലാവുന്നവരാ, കണ്ട വഴി തന്നെ മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ ചെയ്തു. പക്ഷെ അത് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല എന്തായാലും.
നിങ്ങൾ അതിനകത്ത് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നണം. അതിനകത്ത് ഇങ്ങനെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻസ് ഇട്ടിട്ടുള്ള ഷീറ്റും ഉണ്ടെന്ന്, ഗ്രിഡ് അല്ലാതെ. അപ്പൊ നമ്മൾ തീരെ യൂസ് ചെയ്യാത്തൊരു സാധനത്തിൽ പോയി ചെയ്യണത് ഭയങ്കര ഇതായിരിക്കും. അപ്പൊ 50 നമ്മൾ വരച്ചു. 50 നമ്മുടെ റെക്ടാങ്കിൾ അല്ല, സ്ക്വയർ ആണ് അല്ലെ. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. 1, 2, 3, 4, 5. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട്, ഞാൻ സ്കെയിൽ എടുത്ത് അളക്കുന്നില്ല. സോ ഇനി എന്താണ് ഇതിന്റെ സെൻട്രൽ എന്തുണ്ട്? സെൻട്രലി ഓൺ എ സ്ക്വയർ പ്രിസം എ സ്ഫിയർ ഓഫ് ഡയമീറ്റർ 60 mm അല്ലെ. അപ്പോ നിങ്ങളുടെ കോമ്പസ് എടുക്കുക, ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക കേട്ടോ. ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക, സ്ഫിയറിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക. ഇതിങ്ങനെ വരയ്ക്കരുത്, ഇങ്ങനെ സോളിഡ് ലൈൻ വരയ്ക്കരുത് കേട്ടോ. കാരണം ഇങ്ങനെ സോളിഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് എന്തായി മാറും? ഇത് പിരമിഡായി മാറും കേട്ടോ. അപ്പൊ ഇങ്ങനെ സോളിഡ് ലൈൻ ഈ ഡയഗണൽ പോലെ വരയ്ക്കരുത്. ജസ്റ്റ് ആ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് അവിടെ മാത്രം അങ്ങ് ലൊക്കേറ്റ് ചെയ്താൽ മതി കേട്ടോ. സെന്റർ മാത്രം ഒന്ന് ലൊക്കേറ്റ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ സാധാരണ രീതിയിൽ അത് വരയ്ക്കുമ്പോൾ അത് തിക്കായി പോകും. അപ്പൊ അതിന്റെ മീനിങ് അതൊരു പിരമിഡ് ആണെന്നാണ്. ഓക്കെ, അപ്പൊ സെന്റർ മാത്രം ഒന്ന് ലൊക്കേറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യാം? 60 അല്ലേ, 60 mm ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 30. എനിക്കിത് 30 കിട്ടില്ല. എന്തായാലും ഇതിന്റെ പുറത്ത് പോകും അല്ലെ, ഇതിന്റെ പുറത്ത് പോകും അത്. അപ്പൊ ഞാൻ എനിക്ക് കിട്ടുന്ന ഡയമെൻഷൻ എടുക്കുകയാണ്. എനിക്ക് കിട്ടുന്നത് ഇതിനകത്ത് മിനിമം 3.6 ആണ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളത് 3 തന്നെ വെച്ച് വരയ്ക്കുക കേട്ടോ. കുറച്ചെന്തായാലും പുറത്തേക്ക് കിടക്കും അല്ലേ. എൻ്റെ ഡയമെൻഷൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കാരണം ഇതിനകത്ത് 3.6 ആണ് മിനിമം ഡയമെൻഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ 3 തന്നെ എടുത്തിട്ട് വരയ്ക്കുക. അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഇതെല്ലാം ഡോട്ടഡ് ആണ് അല്ലെ. നമുക്ക് ഇതിന്റെ വ്യൂവില് ഇതെല്ലാം ഡോട്ടഡ് ലൈൻസ് ആണ് വരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാം. അതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം? ഇതിന്റെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം. ഇത്ര ഇതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്തോ? ഇത് മനസ്സിലാവാക്കിയില്ലല്ലോ. നമ്മൾ എന്താണോ നമ്മൾ വരയ്ക്കേണ്ടത്, എന്റെ ഇത് കുറച്ച് കവർ ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉള്ളിൽ നിൽക്കും കേട്ടോ. ഇവിടെ ഇത് ഉള്ളിൽ നിൽക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡയമെൻഷനിൽ വെച്ച് വരയ്ക്കുന്നില്ല. കാരണം ഇത് ഏകദേശ ഡയമെൻഷൻ എടുത്തിട്ടാണ് വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതിയോ? എന്ത് പിന്നെ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടല്ലേ വരണേ വരയ്ക്കുമ്പോ? കറക്റ്റ് ഡയമെൻഷൻ എടുത്ത് വരയ്ക്കുമ്പോ അല്ലേ?
ആ സാറേ. ഓക്കെ, അതായത് ഈ എഡ്ജസോടെ കാണും. എനിക്കത് ആ ഡയമെൻഷൻ എടുത്ത് വരയ്ക്കാൻ പറ്റാത്ത കാരണം കേട്ടോ, സർക്കിൾ വരയ്ക്കാനായിട്ട് പാടാണ്. അപ്പോൾ ഇത് ഡോട്ടഡ് ആക്കുക കേട്ടോ, ഇതിനുള്ളിൽ തന്നെ പോർഷൻസ്, ഇതിനുള്ളിൽ തന്നെ പോർഷൻസ് ഡോട്ടഡ് ആക്കുക. ഓക്കെ, ഇതായിരിക്കും എൻ്റെ ഇത് വരിക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ത് വരും? ഫ്രണ്ട് വ്യൂ എത്ര, ഹൈറ്റ് എത്രയാ? ഹൈറ്റ് 30 mm. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ടർ ലൈൻസ് വരയ്ക്കാം. റെക്റ്റാങ്കിൾ ഇവിടെയാണ്. ഇല്ല, 30 mm ഹൈറ്റിൽ ഒരു എന്തിരിക്കുന്നു? ഒരു സ്പിയർ ഇരിക്കുന്നു. 30 mm ഹൈറ്റിലുള്ള ഒരു റെക്റ്റാങ്കിളിന്റെ മുകളിൽ ഒരു സ്പിയർ ഇരിക്കുന്നു അല്ലേ? വീണ്ടും എനിക്ക് ആ പ്രോബ്ലം വരും. ഇതിന്റെ ആക്സിസും കൂടി മാർക്ക് ചെയ്യണം. ഇതിന്റെ ആക്സിസും കൂടി മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ആ സ്പിയറും കൂടി വരും അല്ലേ? ആ സ്പിയർ 30 എടുത്തിട്ട് തന്നെ വരയ്ക്കുക, ടച്ച് ചെയ്യണ രീതിയിൽ കേട്ടോ. ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുകയാണ്, വേറെ മാർഗമില്ല. നിങ്ങൾ ആ 30 എടുത്തിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ വരും. ഇവിടെ സെന്റർ ഇത് വരയ്ക്കാൻ അറിയില്ലേ? ഇവിടുന്ന് 3 എടുത്തിട്ട്, ഇവിടുന്ന് 3 സെന്റിമീറ്റർ എടുത്തിട്ട് വരയ്ക്കാം. അതിന്റെ ഡയമെൻഷൻസ് ഇതാണ്: 1, 2, 3. ഇതിന്റെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 4 to 5 മാർക്ക് ഇതിനകത്ത് തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഈ സിമ്പിൾ പൊസിഷൻ നമുക്ക് എത്ര അറിയില്ലാത്ത പ്രോബ്ലം ആണെങ്കിലും, അതിപ്പോ സോളിഡ്സിന്റെ ആണെങ്കിലും, ഇപ്പൊ നമ്മള് എന്ത് സാധനമാണ് നമുക്ക് എവിടേക്കാണ് സിമ്പിൾ പൊസിഷൻ വരുന്നത്? സോളിഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെക്ഷനിൽ വരുന്നുണ്ട്, ഡെവലപ്മെന്റിൽ വരുന്നുണ്ട്, ഈ ഐസോമെട്രിക്കിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളത് സ്കിപ്പ് ചെയ്തൊരു പോർഷനാണ്. നമുക്ക് എന്തായാലും മൾട്ടിവ്യൂ മതി ആ മോഡിൽ. മൾട്ടിവ്യൂ എന്തായിട്ടും ചോദിക്കും. പെർസ്പെക്റ്റീവിൽ എന്താ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നെ നിങ്ങൾ ആ സോളിഡ് പ്ലേസ് ചെയ്യണതൊക്കെ പഠിക്കാൻ നിൽക്കണം. അപ്പൊ അത് കുറച്ച് ഇതാണ്. അതിലെളുപ്പം നമുക്ക് മൾട്ടിവ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമുക്കിതിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാം. വൺസ് നമുക്ക് സിമ്പിൾ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു 5 മാർക്സ് വരെ കിട്ടും. ആക്ച്വലി ഇതിന്റെ ഐസോമെട്രിക്ക് ഞാൻ പറഞ്ഞത് ഇതില്ലാതെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഐസോമെട്രിക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്കും പോകും. ഇതിങ്ങനെ ഒരു ആൻസർ അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു 5 മാർക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി പിന്നെ ബാക്കി അതിന്റെ കൺസ്ട്രക്ഷനിൽ നിന്നുള്ള മാർക്കുകൾ അതിനും കിട്ടും. അപ്പോ ഇത്രയും ക്ലിയർ ആയി, ഇത്രയും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഇത്രയും ചെയ്തോ?
സർ ചെയ്തു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു റെക്ടാങ്കിൾ ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു റെക്ടാങ്കിളോടെ കൺസ്ട്രക്ട് ചെയ്യാം. ശരിക്കും അത് വേണം, കാരണം ഈ സ്പിയറിനെ സ്പിയർ അതിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇതിന്റെ സെന്ററിലാണ് നമ്മൾ ഈ സ്പിയറിന്റെ ഇത് വരയ്ക്കാൻ പോണേ. അപ്പോൾ സ്പിയർ നമ്മൾ റേഡിയസ് എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിലത്തെ റെക്ടാങ്കിൾ മാത്രം മതി ശരിക്കും ഔട്ടർ റെക്ടാങ്കിൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ. അപ്പൊ നമുക്ക് ആദ്യം ഈ ഇതുണ്ടല്ലോ, ഈ പ്രിസത്തിനെ നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം. അപ്പൊ ഐസോമെട്രിക്ക് വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടൊരു സ്പേസ് എടുക്കുക, ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുക, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 30 ഡിഗ്രി എടുക്കുക. 30 ഡിഗ്രി എടുക്കുക. ഇപ്പൊ നിങ്ങൾ ഐസോമെട്രിക് ഇത് എടുക്കുവാണെങ്കിൽ ഒരു എളുപ്പം എന്താ പറഞ്ഞാൽ ഈ പ്രൊട്ടക്ടറിന്റെ ആവശ്യമില്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു കണ്ടിട്ടില്ലാത്ത ഒരു സാധനം വെച്ചിട്ട് വരയ്ക്കാനും നിൽക്കണം. നമ്മൾ 30 ഡിഗ്രി രണ്ട് സൈഡിലേക്ക് വരച്ചിടുക. ഇവിടെ നിങ്ങോട്ടേക്ക് വരച്ചിടുക. ഇനി നമ്മളെപ്പോഴും നമ്മൾ ഡെവലപ്മെന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, നമ്മളെപ്പോഴും എന്താണ്, നമ്മൾ ഫാർ ലെഫ്റ്റ് കോർണർ ആണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യണേ തിരിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഇതിന് ABCD എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റ് ആണ് നമ്മുടെ A. ഞാൻ ഈ പോയിന്റ് വെച്ചിട്ടാണ് തിരിച്ചേക്കണം. ഓക്കെ, അപ്പൊ ഈ ലെങ്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് 50 അല്ലേ ഈ പ്രസത്തിന്റെ ബേസ്. അപ്പൊ ആ സ്ക്വയർ ഇങ്ങോട്ടേക്ക് മാറ്റുക. അപ്പൊ നിങ്ങൾ ഒന്നല്ലെങ്കിൽ കോമ്പസിൽ 50 എടുത്തിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് 50 എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് മാറ്റുക. ഓക്കെ, കോമ്പസ് ആണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം മതി. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ 50 ഇങ്ങോട്ടേക്ക് മാറ്റി ആ ബോക്സ് അവിടെ കൺസ്ട്രക്ട് ചെയ്യുക, തിന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക കേട്ടോ. ആദ്യമേ തിന്നായിട്ട് ഞാൻ ആ യെല്ലോ ലൈൻസ് നമ്മുടെ തിൻ ലൈനെയാണ് റെപ്രസെന്റ് ചെയ്യണേ. 5 ഞാൻ കോമ്പസിൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വെക്കുന്ന ചെയ്യാൻ പറ്റും. വൺസ് ഒരൊറ്റ ചെയ്തെടുത്താൽ മതിയല്ലോ. ഈ കോമ്പസിൽ തന്നെ 5 എടുക്കുവാണെങ്കിലേ വെക്കുന്ന നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് 5 അല്ലേ, അപ്പൊ വേണമെങ്കിൽ കോമ്പസ് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാരലൽ ലൈൻസ് വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് 5 ഇതേ ഇത് കൊണ്ട് തന്നെ ഒരാർക്ക് കട്ട് ചെയ്യാം. ദെൻ ഇതിനെ ഇവിടെ വെക്കുക, കോമ്പസ് ഇവിടെ കൊണ്ടുവച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരലായിട്ട് വരച്ചാലും മതി കേട്ടോ. ഇതും 5 ആണ്, ഇങ്ങനെ കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇതിന് പാരലായിട്ട് 5 എടുത്ത് വരയ്ക്കണം. ഓക്കെ, എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം. സംഗതി ഇത്രയേ ഉള്ളൂ. നമുക്ക് 30 ഡിഗ്രി ഇതിനകത്ത് 5 ഇതില് നമുക്ക് എന്ത് വേണം, നമുക്ക് അവിടെ ഒരു റെക്ടാങ്കിൾ വേണം. അത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യം. ഇതൊക്കെ ചെറുതാക്കി വരയ്ക്കാം കേട്ടോ. ഇത്
എങ്ങനെ വേണമെങ്കിലും ഇത് കൺസ്ട്രക്ട് ചെയ്യാം. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ ഡൗട്ട് ഇല്ലല്ലോ. ഇപ്പൊ ഈ ബോക്സ് ഐസോമെട്രിക്കിന്റെ ബോക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഓക്കെ ആണല്ലോ. ഏത് പ്രോബ്ലം ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 30 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ ഇതിനെ പറയുന്ന ഐസോമെട്രിക് പ്ലെയിൻ ആണ്. ഐസോമെട്രിക് പ്ലെയിൻ ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം. അതിനെ നമ്മളൊരു ബോക്സ് ആക്കി മാറ്റുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഹൈറ്റ് എത്രയാന്ന് നോക്കുക. അപ്പൊ ഈ ഹൈറ്റ് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇതുപോലെ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ പാർട്ട് ചെയ്യാം, അത് ചെയ്തിട്ട് രണ്ടാമത്തെ പാർട്ട് ചെയ്യാം. ഒറ്റയടിക്ക് ഹൈറ്റ് എടുക്കണ്ട. ആദ്യത്തെ പാർട്ട് ഏതാ, 30 ഡിഗ്രിയുടെ സ്ക്വയർ പ്രിസം കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, 30 ഡിഗ്രി അളക്കുക. 1 2 3 സ്കെയില് വെച്ച് അളക്കുക. ഇത് കണ്ടോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഗ്രിഡ് പേപ്പർ ആകുമ്പോൾ. ഈ ലെവലൊക്കെ നോക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം ഇവിടെ ഒരു പോയിന്റ് കിട്ടി, അപ്പൊ നേരെ ഈ ലൈന് പാരലാക്കി വെച്ചിട്ട് സ്കെയിൽ ചെയ്യേണ്ട വെച്ചിട്ട് വരച്ചാൽ മതി. അപ്പൊ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഈ ഗ്രിഡ് പേപ്പറിൽ കുറവാണ്. വെച്ചിട്ട് 30 ഡിഗ്രി 30 വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. 3 11 ഇവിടെ അല്ലേ. എട്ട് ഇഷ്ടമുള്ളത് വെക്കാം. 3 കറക്റ്റായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, 8 3 11 ഇത് കറക്റ്റ് അല്ലേ. ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. 5 5 3 8 ഇവിടെ ബോക്സ് കൺസ്ട്രക്ട് ചെയ്യാം. ഗ്രിഡ് ആകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അങ്ങോട്ട് ഇവിടെ ചെരിഞ്ഞു പോകില്ല. ഈ ലൈൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐസോമെട്രിക് ബോക്സ് ആയി. കണ്ടോ, നമ്മുടെ ഈ സാധനമായി. അപ്പോ ഇവിടെ ടിക്ക് ചെയ്യാനുള്ള ലാസ്റ്റ് ചെയ്യാം. കാരണം ഇതിന്റെ മുകളിലൊരു സാധനം വന്നിട്ടുണ്ട്. എന്തൊക്കെ കാണില്ല, എന്തൊക്കെ കാണും, അതൊക്കെ നോക്കിയിട്ട് ടിക്ക് ചെയ്യാൻ നിന്നാൽ മതി. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സെന്റർ ലൊക്കേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്താലും മതി. വെറുതെ ഇങ്ങനെ ഡയഗണലിൽ വരച്ച് തിക്കാക്കി കളയരുത് കേട്ടോ. നമുക്ക് ഇവിടെ എന്താ മോൾലാസ് ഇത് വെക്കാനായിട്ടൊരു സെന്റർ മാത്രം മതി. അപ്പോൾ അത് വെറുതെ തിക്കാക്കി കളയരുത്. ഞാൻ ഏകദേശം എടുക്കുകയാണ്. ഈ ലൈൻ തന്നെയാണ് അല്ലേ, ഇതല്ലേ സെന്റർ. എന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് റെഡിലാക്കുന്നുള്ളൂ. ഓക്കെ, ഇതല്ലേ സെന്റർ. ഇനി എന്ത് ചെയ്യാം, ഐസോമെട്രിക് വ്യൂ ആണ്. സ്ഫിയർ എന്തിൽ വരയ്ക്കണം, സ്ഫിയർ എന്തിൽ വരയ്ക്കണം, എൻലാർജ് ചെയ്ത് വരയ്ക്കണം. അപ്പൊ സ്ഫിയറിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ. അപ്പൊ സ്ഫിയറിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം, സ്ഫിയറിന്റെ സെന്ററിന്റെ ഡിസ്റ്റൻസിന് മാറ്റമില്ല. ഇത് കണ്ടോ, എത്രയാണ്, 30 ഹൈറ്റിലാണ്. ആ 30 ആദ്യം മാർക്ക് ചെയ്യണം ഇവിടെ. അപ്പോ ഇപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചേക്കണേ, ടച്ച് ചെയ്യണ പോയിന്റ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങള് ഈ ക്യാമറ ഒന്ന് പിൻ ചെയ്തിട്ട് നോക്കുക.
ഇതാ ക്യാമറ ഒന്ന് പിൻ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ബോർഡ് മാറ്റിയിട്ട് ഈ ടച്ച് ചെയ്തേക്കുന്ന പോയിന്റ് ആണ് നമ്മൾ ആ റെഡ് ലൈനിൽ ഞാൻ മാർക്ക് ചെയ്തേക്കണേ. നമ്മൾ ഇതിന്റെ സർഫസിൽ ആ ടച്ച് ചെയ്യണ പോയിന്റ് ആണ്. ഓക്കെ, കണ്ടോ? ഇവിടെ നിന്ന് എത്ര ഹൈറ്റിലാണ്? ഇതാ ഇവിടെ നിന്ന് സ്ഫിയറിന്റെ സെന്റർ ഒരു ഹൈറ്റിലാണ്. അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ആ സ്ഫിയറിന്റെ സെന്ററിൽ നിന്നും വേണം എന്ത് ചെയ്യാൻ? എൻലാർജ് ചെയ്തിട്ട് വരയ്ക്കാൻ. മാറിപ്പോരുന്നത്. ഇത് ഞാൻ മിക്കവാറും കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവുന്നുണ്ടായിരുന്നു. അതെ, എന്നിട്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു സർക്കിൾ അവിടെ അതിന്റെ മുകളിൽ വരയ്ക്കും. ആക്ച്വലി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സ്ഫിയറിന്റെ പ്രോബ്ലത്തിനകത്ത് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സെന്റർ ലൊക്കേറ്റ് ചെയ്യണതിനാണ്. ആ സെന്റർ ലൊക്കേറ്റ് ചെയ്യണത് മാറിപ്പോയി കഴിഞ്ഞാൽ സ്ഫിയറിന്റെ ഡ്രോയിങ്ങിനകത്ത് കംപ്ലീറ്റ് മാർക്കും പോകും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആദ്യമേ തന്നെ ഇതിന്റെ സർഫസിൽ എന്ത് ചെയ്തു? നമ്മൾ ഇത് ടച്ച് ചെയ്യണ പോയിന്റ് ആണ് ആദ്യം ലൊക്കേറ്റ് ചെയ്യണത്. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ സ്ഫിയറിന്റെ റേഡിയസ് കണ്ടോ? സ്ഫിയറിന്റെ റേഡിയസ് മുകളിലേക്ക് മെഷർ ചെയ്യണം. ഇത് ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ ഒറിജിനൽ റേഡിയസ് തന്നെ മെഷർ ചെയ്യണം. ഇപ്പൊ ഒറിജിനൽ റേഡിയസ് എത്രയാ? ഈ പ്രോബ്ലത്തില് 30 ആണ്. ആ 30 തന്നെ മെഷർ ചെയ്യണം. പക്ഷെ ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയിരുന്നെങ്കിലോ? ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? 0.82 ആണ് ഇവിടെ മെഷർ ചെയ്യേണ്ടത്. കാരണം ഇത് വരച്ചേക്കുന്നത് മുഴുവൻ 0.82ലാണ്. ഈ ഹൈറ്റും 0.82ലായിരുന്നു. കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ഒന്നുകൂടി പറയാം. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പരിപാടി 30 ഇത് വരച്ചത് മുഴുവൻ എന്താണ്? 0.82% എടുത്തിട്ടാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസും എന്ത് വേണം? 0.82 എടുത്തിട്ട് വേണം ചെയ്യാൻ. ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് ഒറിജിനൽ റേഡിയസ് തന്നെ എടുത്തിട്ട് ചെയ്യാം. പക്ഷെ സ്ഫിയറിന്റെ റേഡിയസ് വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. സ്ഫിയറിന്റെ റേഡിയസ് വരയ്ക്കുമ്പോൾ ഐസോമെട്രിക് വ്യൂവിൽ എൻലാർജ് ചെയ്തിട്ട് വേണം, ഐസോമെട്രിക് പ്രൊജക്ഷനില് അതേ റേഡിയസ് വേണം. ഓക്കെ, ഇപ്പോ എടുക്കേണ്ട പ്രൊസീജിയർ മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ ടച്ച് ചെയ്യണ പോയിന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കേട്ടോ, ഈ ടച്ച് ചെയ്യണ പോയിന്റ് ആണ് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇതിന്റെ സെന്റർ നമുക്ക് വേണം. ഈ സ്ഫിയറിന്റെ സെന്റർ നമുക്ക് വേണം. ഓക്കെ, ആ സെന്റർ ഒന്ന് കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. മനസ്സിലായില്ലെങ്കിൽ പറയണം. അപ്പൊ ഈ കിട്ടിയത് എന്താണ്? ഈ കിട്ടിയിരിക്കുന്നത് ആ സ്ഫിയർ വെക്കാൻ പോകുന്ന പൊസിഷനാണ്, ടച്ച് ചെയ്യുന്ന പൊസിഷനാണ്. ഇവിടെ നിന്ന് പലരും എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇവിടെയൊക്കെ എടുത്തിട്ട് വെറുതെ ഇവിടെയൊക്കെ എടുത്തിട്ട് ചുമ്മാ ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കും. അങ്ങനെ വരയ്ക്കുമ്പോൾ ഫുൾ മാർക്ക് പോകും. ഇത്രയും ചെയ്യാമെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പരിപാടിയുള്ളൂ. ഇത്തിരി ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ. പക്ഷെ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്ക് പോവുകയും ചെയ്യും. ഇത്ര വരെ എത്തിച്ച സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യമേ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക. എന്തിന്റെ? സ്ഫിയറിന്റെ. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യണ പോയിന്റ് കിട്ടി. അവിടെ വെച്ചിട്ട് 3 എത്രയാണ്? റേഡിയസ് എത്രയാണ്? റേഡിയസ് 3 ആണ്. ഈ ഹൈറ്റ് ഉണ്ടല്ലോ, പ്രൊജക്ഷൻ ആണെങ്കിൽ ഈ ഹൈറ്റ് ഈ 30യുടെയും 0.82 എടുക്കണം. മനസ്സിലായോ? ഇതിപ്പോ വ്യൂ ആയതുകൊണ്ട് 30 എടുത്താൽ മതി. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. വ്യൂ ആയതുകൊണ്ട് നമുക്ക് 30 എടുത്താൽ മതി, അതായത് 3 സെന്റിമീറ്റർ എടുത്താൽ മതി. പക്ഷെ ഇത് ഒരു ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ആ 30യുടെയും 0.82 എടുക്കണം. അപ്പോ 3 6 അല്ലെ? ഞാനിത് ഡയമെൻഷൻ എന്റെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഏകദേശം ഇത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ? ഇങ്ങനെ തന്നെയല്ല വന്നെ? ഇങ്ങനെ തന്നെയാ തോന്നുന്നു. ഇതിന്റെ പുറത്തല്ലേ നിങ്ങൾക്ക് വന്നത് ഇതിന്റെ സെന്റർ? ഓക്കെ, കുഴപ്പമില്ല. ഉണ്ടോ? സെന്റർ നമുക്ക് കിട്ടി. കാരണം ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ഉള്ളതുകൊണ്ട് ഈസിയാണ് അത് ലൊക്കേറ്റ് ചെയ്യാൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്ഫിയർ റേഡിയസ് എസ് ആർ എന്ന് പറഞ്ഞ സ്ഫിയർ റേഡിയസ്
sphere radius equal to 1.2 times into എത്രയാണ് 30 എത്ര വരും 12 3 36 3.6 അല്ലേ 3.6 അല്ലേ അതെ സാർ. ഓക്കെ 3.6 ആ, സാർ. എടുത്തിട്ട് 3.6 എടുത്തിട്ട് വരയ്ക്കുക. ഞാൻ ഇത് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് സ്പിയർ ആണ് ഇതിനെ കവർ ചെയ്യണത്, അവിടെ ഞാനത് തിക്കായിട്ട് വരയ്ക്കുകയാണ്. ഇനി ഇതിനകത്ത് ഏതൊക്കെ മാറും, ഏതൊക്കെ പോയിന്റ്സ് എന്തോ പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ കിട്ടിയേ? അതെ സാർ. ഓക്കെ 1.2 ടൈംസ് ആണ് എടുക്കുന്നത്. ഓക്കെ 1.2 ടൈംസ് 30 ആണ്. ഇത് 50 അല്ലേ എടുക്കണേ? ഇത് 50 അല്ലേ? ഓക്കെ ഇനി ഇതിനകത്ത് ഹിഡൻ ആക്കാനുള്ളതെല്ലാം ഹിഡൻ ആക്കുക. നമുക്ക് ഇതിനകത്ത് ഇത് കാണില്ല, ഇത് കാണില്ല, ഇത് കാണില്ല. തിക്കാക്കാനുള്ളതെല്ലാം തിക്കാക്കുക. സെൻട്രൽ ലൊക്കേറ്റ് ചെയ്യുന്നതിനകത്ത് മിസ്സിംഗ് ഇല്ലല്ലോ അല്ലെ? ടെക്സ്റ്റുള്ള സൊല്യൂഷൻ ആയിട്ട് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സെന്റർ 50 എടുത്തു, 50 എടുത്തു, ഇതെടുത്തു, ഇത് ഓക്കെയാണ്. ഇത് സെന്റർ കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഇത്രയും കയറിയാണോ വന്നേക്കണേ? കവർ ചെയ്ത് തന്നെയാണോ വന്നേക്കണേ? ഇച്ചിരോടെ ഇങ്ങോട്ടേക്ക് നീങ്ങിട്ടാണോ? അതെ സാർ. ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ എടുത്തത് ഇതൊരു മിസ്സിംഗ് ആണ്. നിങ്ങൾക്ക് കിട്ടിയ ആൻസറിൽ ഈ ഇന്നർ സ്പിയർ പോലെയാണോ വന്നേക്കണേ? ഇങ്ങനെയാണോ വന്നേക്കണേ? ഓക്കെ എന്നാ കുഴപ്പമില്ല. അപ്പൊ ഞാൻ എടുത്ത ഡയമെൻഷൻസിന് പ്രശ്നമുണ്ടല്ലോ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ തൊട്ട് എടുത്താണ്. എന്തായാലും ഇത് സ്പിയർ കിട്ടിയില്ലേ? അപ്പൊ ഇത്തിരി കയറി ആയിരിക്കും വരേണ്ടത്. ഞാൻ എടുത്തതിന്റെ ഡിസ്റ്റൻസ് എവിടേക്കോ മാറിപ്പോയിട്ടുണ്ട്. എന്തായാലും ഇത് കിട്ടി. ഇതിനകത്ത് ഹിഡൻ ആയിട്ടുള്ളതെല്ലാം, ഈ സ്പിയറിന്റെ ബാക്ക് സൈഡിലുള്ളതെല്ലാം എന്താക്കുക? ഹിഡൻ ആക്കുക. അപ്പോ ഇവിടെ കാണത്തില്ല, ഇവിടെ കാണത്തില്ല, ഇവിടെ കാണില്ല, ഇത് കാണില്ല. ഓക്കെ ഇതെല്ലാം ഇതാക്കുക. പിന്നെ തിക്കാക്കാനുള്ളതെല്ലാം തിക്കാക്കുക. നമ്മുടെ
ടിക്കാത്തങ്ങളെല്ലാം ടിക്കാത്ത. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. നിങ്ങൾ ആരെങ്കിലും വരച്ച സാധനം ഒന്ന് ഒരു ഗ്രൂപ്പിലേക്ക് ഒന്ന് ഫോട്ടോ ഇടാമോ? ആരെങ്കിലും ഒരാളുടെ ഇട്ടാൽ മതി. ആ, അപ്പൊ എനിക്ക് എന്റെ ഡയമെൻഷൻ എന്തോ എവിടെയോ ഒരു മിസ്സിങ് വന്നിട്ടുണ്ട്. കറക്റ്റ് സൊല്യൂഷൻ ആണ്. എല്ലാവർക്കും അത് തന്നെയല്ലേ വന്നേക്കണേ? അതെ സാർ. ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്കൊരു സിലിണ്ടറിന്റെ ഉള്ളത് വരാം. സിലിണ്ടറിന്റെ ഉള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഇതിനകത്ത് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ്, എവിടെയെങ്കിലും എന്തെങ്കിലും കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അശ്വിനെ ഓക്കെ ആണോ? സാറേ, 1.2 into 30 പറഞ്ഞുതരാമോ? ഈ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ സ്പിയർ എപ്പോഴും എൻലാർജ് ചെയ്ത് വരയ്ക്കണം. ഇത് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് ഇത് ടച്ച് ചെയ്യുന്ന പോയിന്റാണ്. ഈ സ്പിയർ ടച്ച് ചെയ്യുന്ന പോയിന്റാണ്. ഈ പോയിന്റ് ആ സ്പിയറിന്റെ സെന്റർ ആണ്. അപ്പോ ഇത് തുടക്കത്തിൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആണോ? ഞാൻ ഇത് ഇരിക്കുന്ന പൊസിഷൻ മനസ്സിലായില്ലേ? ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക. ആ ക്യാമറയിൽ പിൻ ചെയ്ത് നോക്കിയേ. അപ്പോ നമുക്ക് ടച്ച് ചെയ്യണ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്. നമ്മളൊരു 3D വ്യൂ എടുക്കുമ്പോൾ എന്താണ് ഇതിന്റെ ഔട്ടർ എന്ത് ചെയ്യും? ഈ ടച്ച് ചെയ്യണ പോയിന്റിനെ കവർ ചെയ്യും. നമ്മളൊരു പേപ്പർ വെയിറ്റ് നമ്മൾ വെക്കുന്ന ഒരു മേശപ്പുറത്ത് ഇരിക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അപ്പോ ഈ സ്പിയറിന്റെ മൊത്തം സർഫസ് എന്ത് ചെയ്യും? ഈ ടച്ച് ചെയ്യണ പോയിന്റിനെ കവർ ചെയ്ത് തന്നെ. ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.2 ടൈംസ് എടുത്തിട്ട് എന്ത് ചെയ്യണത്? ഈ സ്പിയർ വരയ്ക്കുന്നത്. ഇതിന്റെ സെന്റർ 30 തന്നെയായിരിക്കും, റേഡിയസിൽ തന്നെയായിരിക്കും. റേഡിയസിന്റെ അതേ ഡിസ്റ്റൻസ് ആയിരിക്കും. പക്ഷെ ആ സ്പിയറിന്റെ റേഡിയസ് നമ്മൾ ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ കർവ് ചെയ്ത് വരും. ടച്ച് ചെയ്യണ പോയിന്റിനെ കർവ് ചെയ്ത് വരും. അങ്ങനെ കർവ് ചെയ്ത് കവർ ചെയ്ത് വരും. കവർ ചെയ്ത് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് എൻലാർജ് ചെയ്ത് വരണം. ആ ടച്ച് ചെയ്ത പോയിന്റിലും കവർ ചെയ്ത് വരണം. കവർ ചെയ്ത് വന്നെങ്കിൽ അത് എൻലാർജ് ചെയ്ത് വരണം. അപ്പോ സ്പിയറിന്റെ റേഡിയസ് നമ്മൾ ഐസോമെട്രിക്കിൽ വരയ്ക്കുമ്പോൾ 1.2 ടൈംസ് ഒറിജിനൽ റേഡിയസ് എടുത്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. അതല്ല, ഇതിന്റെ സെന്റർ എവിടെ തന്നെയാണ്? സെന്റർ 30 തന്നെയാണ്. ഈ ടച്ച് ചെയ്ത് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണുന്ന ഒരു ഫീലാണ് ഈ ഐസോമെട്രിക്കിൽ നമ്മൾ വരയ്ക്കുന്നത്. ആ 30 ഡിഗ്രി ചരിക്കുമ്പോഴുള്ള ഒരു ഫീലാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്? ഇതിനെ എൻലാർജ് ചെയ്യും. അത് 1.2 ടൈംസ് എടുത്തിട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ സാർ, മനസ്സിലായി. സാറ് അതുപോലെ ഈ ഹെമിസ്ഫിയർ ഇങ്ങനെ ചോദിക്കുമോ? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഹെമിസ്ഫിയർ ആർന്നു 2 കോളം. നമ്മൾ ഇതിനകത്ത് ഹെമിസ്ഫിയർ ഇട്ടിട്ടുണ്ട്. ഹെമിസ്ഫിയർ ഞാൻ അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഹെമിസ്ഫിയർ പറയാം. ഹെമിസ്ഫിയറിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാം, ആ 2 അറേഞ്ച്മെന്റ്സ് വന്നാലുള്ള കാര്യങ്ങൾ. നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്താൽ മതി. സെയിം സാധനം തന്നെയാണ്, സെയിം പ്രോബ്ലം ആണ്. സെയിം പ്രോബ്ലം ആണ്. Draw the isometric projection of a sphere 50 mm diameter resting centrally on a cube of side 80 mm. അപ്പോൾ ഇതിനകത്ത് ഐസോമെട്രിക് സ്കെയിൽ നമ്മൾ വരയ്ക്കണം. ഐസോമെട്രിക് സ്കെയിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമ്മൾ എത്രയാണ് നമ്മുടെ മാക്സിമം ഡയമെൻഷൻ? ഇപ്പൊ 80 ആണെങ്കിൽ 80 mm. 1 2 3 4 5 6 7 8
മാക്സിമം ഡയമെൻഷൻ എത്രയാണോ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ലൈൻ വരയ്ക്കുക. നമ്മുടെ മാക്സിമം ഡയമെൻഷൻ 80 ആണെങ്കിൽ 80 എടുത്തിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. 80 എന്നിട്ട് ഇവിടെ നിന്നും 15 ഡിഗ്രിയിൽ ഒരെൻഡിൽ നിന്നും 15 ഡിഗ്രിയിൽ 15 ഡിഗ്രിയിലെ ഒരു ലൈൻ വരയ്ക്കുക. ദെൻ ഈ എൻഡിൽ നിന്നും 45 ഡിഗ്രിയിൽ ഈ എൻഡിൽ നിന്നും 45 40 45 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തത്, ഇത് 15, ഇത് 15 ഡിഗ്രി, ഇത് മറന്നു പോയത് കേട്ടോ, 15 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. അപ്പോ ഈ താഴത്തെ ഇതിനകത്തുള്ളതാണ് ഈ സ്കെയിലിലുള്ളതാണ് ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് ഇതാണ് ട്രൂ ലെങ്ത്. ഈ സ്കെയിലാണ് ഐസോമെട്രിക് സ്കെയിൽ. ഐസോമെട്രിക് സ്കെയിൽ ഇതാണ് ഐസോമെട്രിക് സ്കെയിൽ. അപ്പോ 80-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ്, ഇതാണ്. ഇനി നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണേ, 50 ആണെങ്കിൽ 50-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് സ്കെയില് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ 50-ല് ഇതിപ്പോ 1 2 3 4 5 50-ല് 45-ല് വരയ്ക്കുക. ഓക്കെ, അപ്പോ ഇതാണ് ഐസോമെട്രിക് ലെങ്ത്, ഇതാണ് ട്രൂ ലെങ്ത്. ഇത് 80-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് ഇവിടെ, 50-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇവിടെ. എത്രയാണോ ഡയമെൻഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് സ്കെയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇത് വരച്ചിടണം, തന്നിരിക്കുന്ന ഡയമെൻഷൻ എങ്കിലും വരച്ചിടണം. പിന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിന് ഔട്ടറിൽ ചിലപ്പോൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രൊജക്ഷനിൽ ഡ്രോ ഓൾ ഡയമെൻഷൻസ് എന്തായിട്ടാണ് 0.82 ടൈംസ് ഓഫ് അല്ലെങ്കിൽ 0.82 ടൈംസ് ഓഫ് ട്രൂ ലെങ്ത്. സ്ഫിയറിന്റെ മാത്രം, സ്ഫിയർ റേഡിയസ് മാത്രം ട്രൂ റേഡിയസ് അല്ലെങ്കിൽ ഒറിജിനൽ റേഡിയസ്. ഇത് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക നിങ്ങൾ. എന്നിട്ട് എന്തെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഡയമെൻഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഒന്ന് ചോദിക്കുക. നമുക്ക് ഒരു സിലിണ്ടറിന്റെ ചെയ്യാം. ഇത് തന്നെ ചെയ്ത് നോക്കിക്കോളാമോ? കാരണം നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ഇല്ല അതിനകത്ത് ചെയ്യാൻ. അടുത്ത് വരയ്ക്കേണ്ട ഡയമെൻഷൻസിനകത്ത് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഞാൻ മറ്റേ പ്രോബ്ലം ചെയ്യട്ടെ എന്നാ. സിലിണ്ടറും ഇതും വരുന്നേ.
ആ സാർ. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഞാനത് പറഞ്ഞുതരാം. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ, ഇപ്പോൾ ഈ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക. ഇപ്പൊ ഇത് 50 എടുത്തിട്ടല്ലേ വരച്ചേ. 50യുടെ 0.82 എടുത്തിട്ട് ഈ സൈഡ് വരയ്ക്കുക. ഈ 30യുടെ 0.82 എടുത്തിട്ട് ഇത് വരയ്ക്കുക. ഈ ഹൈറ്റും 30-ലല്ലേ ലൊക്കേറ്റ് ചെയ്തേ. ആ 30യുടെ 0.82 എടുത്തിട്ട് വേണം ഹൈറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ. ഈ റേഡിയസ് മാത്രം എന്തായിരിക്കണം, 30-ൽ വരണം. അത്ര വ്യത്യാസമുള്ളൂ. ഈ സെയിം പ്രോബ്ലം തന്നെയാണത്. ഡയമെൻഷൻ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ സൈസുകളെല്ലാം എന്താക്കുക, 0.82 ടൈംസ് എടുത്തിട്ട് വരയ്ക്കുക. ഈ സെൻട്രൽ ലൊക്കേറ്റ് ചെയ്യണ ഹൈറ്റ് എന്തായിരിക്കണം, 0.82 ടൈംസ് ആയിരിക്കണം. അതും മിക്കവാറും തെറ്റിച്ച് കളയാറുണ്ട് എല്ലാവരും. ഈ സെൻട്രൽ ലൊക്കേറ്റ് ചെയ്യണ ഹൈറ്റും 0.82 ടൈംസ് ആയിരിക്കണം. പക്ഷെ ഈ സ്പിയറിന്റെ റേഡിയസ് വരച്ചില്ലേ, ഇത് മാത്രം എന്തായിരിക്കണം, ഒറിജിനൽ റേഡിയസ് ആയിരിക്കണം. അതിനെ 1.2 ടൈംസ് എടുക്കാൻ നിൽക്കണ്ട. കാരണം ബാക്കിയെല്ലാം നമ്മൾ ചെറുതാക്കിയാ വരച്ചേക്കണേ. അപ്പോ ഒന്ന് വരച്ചു നോക്കുക. ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരും. പിന്നെ ഈ സ്കെയിൽ എന്തായാലും കൺസ്ട്രക്ട് ചെയ്യുക. 15 ഡിഗ്രി, 45 ഡിഗ്രി, ഇത് ട്രൂ ലെങ്ത്, ഇത് ഐസോമെട്രിക് സ്കെയില്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 0.82 ഓഫ് ട്രൂ ലെങ്ത് ആയിരിക്കും ഈ ഐസോമെട്രിക് വാല്യൂ. ഓക്കെ അല്ലേ? വരച്ച് നോക്കിക്കളാമോ? എന്താണ് അശ്വിൻ? നോക്കിക്കോളാം സാറേ. ഓക്കെ, നമുക്കൊരു സിലിണ്ടറും സ്ഫിയറും ചെയ്യാം. ആ മൂന്നാമത്തെ പ്രോബ്ലം ഉണ്ട് ഞാൻ അയച്ചത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആ മൂന്നാമത്തെ പ്രോബ്ലം കോണാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ, ഈ സിലിണ്ടർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയ വരും. സമയം 12 അല്ലേ? ഇത് ക്ലിയർ ആവുണ്ടല്ലോ അല്ലേ അപർണ? ആ സാർ ഉണ്ട്. ഓക്കെ, ബാക്കി എല്ലാവർക്കും അനുശ്രീ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അനുശ്രീ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അതെ സാർ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ചെയ്യാം. ഈ സിലിണ്ടർ കാരണം വെച്ചാല് അത് 30 ഡിഗ്രി എടുക്കുമ്പോൾ ഒരു സെക്കൻഡ്, ഞാൻ HOD ഒന്ന് വിളിക്കാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒന്ന് വരച്ചോ. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കാലോ, ഒരു സിലിണ്ടർ അല്ലേ? അപ്പോ എന്നിട്ട് നമുക്ക് എങ്ങനെ ഐസോമെട്രിക്കിലേക്ക് പോകുന്നുള്ളത് പറയാം.
ഹലോ, ഓഡിബിളാണോ? കേൾക്കാമോ? ആ സർ. ഓക്കെ ഓക്കെ. നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ആദ്യം തന്നെ എ സിലിണ്ടർ 80 mm base layer and 120 mm height is resting on one of its base on HP. It is surmounted centrally by a sphere of 50 mm diameter. Draw the isometric view of the solid. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുക. അപ്പൊ ഇത് ഞാൻ എടുക്കാൻ കാരണം സ്ഫിയർ ഉണ്ടാകണം, സിലിണ്ടർ ഉണ്ടാകണം. ഓക്കെ, നിങ്ങൾക്കിത് കാണാൻ വിചാരിക്കണ സിലിണ്ടർ ഇവിടെ ഉണ്ടായിരുന്നു, കാണുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഈ ഫേസ് അല്ലേ, ഇങ്ങനെയല്ലേ കാണുന്നത്? ഇപ്പോ ഇത് നമുക്ക് 3 ഫേസസ് കാണണം. അപ്പോ ഈ ലാറ്ററൽ സർഫസും കാണണം, ഈ ടോപ്പ് സർഫസും കാണണം. അപ്പൊ നമ്മൾ ഐസോമെട്രിക് പ്ലെയിനിലേക്ക് ഇത് ചെയ്യുമ്പോൾ, അതായത് 30 ഡിഗ്രി ചെയ്യുമ്പോൾ ഇത് സർക്കിൾ ആയിട്ടല്ല കാണുന്നത്. ഇതെങ്ങനെയാണ് കാണുന്നത്? ഇതൊരു എലിപ്സ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ആ കൺസ്ട്രക്ഷനും കൂടി ഇതിനകത്ത് വരും. അപ്പൊ സ്പിയർ ചെയ്യുമ്പോൾ അത്ര ഈസി അല്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പവറിനകത്ത് സിലിണ്ടർ ചെയ്യുമ്പോൾ അത്ര ഈസി അല്ല. ഈ സിലിണ്ടറിന്റെ മുകളിലേക്ക് ഒരു ഹെമിസ്ഫിയർ വെക്കണമായിരുന്നു. ഈ ഹെമിസ്ഫിയർ ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ ഒരു എലിപ്സ് വരും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ കൺസ്ട്രക്ഷൻ എത്രമാത്രം പാടാന്ന് നോക്കിയേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പക്ഷെ ഇവിടെ ഒരു എലിപ്സ് വരും, ഈ സിലിണ്ടറിന്റെ ഒരു എലിപ്സ് വരും, ഇതിന്റെ ഒരു എലിപ്സ് വരും. പക്ഷെ ഇത് ഇങ്ങനെ വെക്കുമായിരുന്നു എന്ന് വിചാരിച്ചു, ഒട്ടും പേടിക്കണ്ട. ഇങ്ങനെ വെക്കുവാണെങ്കിൽ എന്താണ്, ഈ നമ്മൾ സ്പിയർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഇത് വരയ്ക്കാം. നമ്മൾക്ക് ഈ സർഫസ് നമ്മൾ സിലിണ്ടറിക്കൽ സർക്കുലർ ആയിട്ട് തന്നെയാണ് കാണുള്ളൂ, ഈ റെസ്റ്റ് ചെയ്യണ സർഫസ്. പക്ഷെ ഇങ്ങനെ വെച്ചാൽ, ക്രിസ്ത്യൻ എന്നോട് ചോദിച്ചില്ലേ, ക്രിസ്ത്യൻ അല്ലേ ചോദിച്ചത്? ക്രിസ്ത്യൻ പോയോ? ക്രിസ്ത്യൻ പോയി നോക്കണം. ഈ ഹെമിസ്ഫിയർ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ 2 ക്വസ്റ്റിനകത്തും ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2 എണ്ണത്തിനകത്ത് ഹെമിസ്ഫിയർ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഓർമ്മ. അപ്പൊ ഹെമിസ്ഫിയർ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വരയ്ക്കാൻ പാടാണ്. പാടൊന്നുമില്ല, ഇവിടെ ഒരു എലിപ്സ് വരും, ആ എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈസിയാണ്, കുറച്ചുകൂടി ഈസിയാണ്. ഇതിന്റെ അടിയിൽ ഒരു സർക്കുലർ ഇത് തന്നെയാണ്. ഇതിന്റെ ബാക്കി നമ്മുടെ സ്പിയറിന്റെ റൂൾസ് എന്തൊക്കെയാണോ ആ സ്പിയറിന്റെ റൂള് അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോ സർക്കുലർ ഫേസസ് ഉള്ള ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ഇതാണ്, നമുക്ക് അവിടെ ഒരു എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഒരു സിമ്പിൾ സോളിഡ് സർഫസ് നമുക്ക് കിട്ടില്ല. ഇപ്പൊ കോൺ വന്നു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പൊ ഞാൻ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എനിക്ക് തോന്നുന്ന ഒരു ക്യൂബിന്റെ മുകളിൽ കോൺ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാനത് അല്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സർക്കുലർ കോൺ. അത് തന്നെ, അതൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ സർക്കുലർ കോൺ ഇവിടുന്ന് കാണാൻ വിചാരിക്കണം, ഈ ക്യൂബിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാ കാണുക? ഇങ്ങനെ അല്ലെ? അപ്പൊ ഈ റെസ്റ്റ് ചെയ്യണ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഒരു എലിപ്സ് വരും. ഓക്കെ, അപ്പോ ഈ സർക്കുലർ സർഫസ് വരുമ്പോൾ നമ്മളൊരു എലിപ്സിന്റെ കൺസ്ട്രക്ഷൻ അതിനകത്ത് കയറി വരും. അപ്പൊ നിങ്ങൾക്ക് സോളിഡ് കോമ്പിനേഷൻ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിലിണ്ടർ, ആ സിലിണ്ടറിന്റെ മുകളിൽ ഒരു സ്ഫിയർ ഇല്ലേ? അപ്പോ ടോപ്പ് വ്യൂ വളരെ സിമ്പിൾ ആണ്. എന്താണ്? 2 സിലിണ്ടർ വരും. ടോപ്പ് വ്യൂ രണ്ട് സർക്കിൾ വരും. ടോപ്പ് വ്യൂ എല്ലാവരും വരച്ചോ? ഞാൻ അങ്ങനെയാണെങ്കിൽ എല്ലാവരും വരച്ചെങ്കിൽ ഞാൻ മറ്റേ ഐസോമെട്രിക് വരച്ചു തുടങ്ങട്ടെ. ടോപ്പ് വ്യൂ എന്ത് വരും? 80 mm ബേസ് ഡയാ, അപ്പോൾ 40. ആദ്യമേ തന്നെ 40ന്റെ
40ന്റെ അടുത്തത് ഏതാണ്? സർമൗണ്ടഡ് സെൻട്രലി ബൈ എ സ്ഫിയർ ഓഫ് 50 mm ഡയമീറ്റർ. അപ്പോൾ എനിക്കത് വരയ്ക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ 2.5 എടുത്തിട്ട് വരയ്ക്കുക കേട്ടോ. വേറൊരു സർക്കിൾ എടുക്കാം. ടു 2.5 1 2 2.5 1 2 2.5 1 2 2.5 1 2 2.5. ഓക്കെ, അപ്പോ ഇങ്ങനെ വരും അല്ലേ? ഏകദേശം കേട്ടോ. ഇത് കറക്റ്റ് അല്ലേ? ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യേണ്ടത്? ഇനി ഇതിന്റെ ഹൈറ്റ്, അതിന്റെ മുകളിലൊരു സ്പിയർ. ഇത് തിക്കായിട്ട് തന്നെ വരച്ചേക്കും കേട്ടോ. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഫ്രണ്ട് വ്യൂ. നമ്മുടെ ടൈം ഒരു ഇതായതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിലൊക്കെ വരയ്ക്കുകയാണ്. അപ്പൊ എന്റെ ആക്യുറസി നോക്കണ്ട, നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വരയ്ക്കുക. ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 120 mm. അപ്പോൾ 12 വരും. 1 2 3 4 5 6 8 അപ്പോൾ 12 എനിക്ക് ഇതിനകത്ത് വരയ്ക്കാൻ കുറച്ച് പാടാണ്. ഇതിന്റെ മുകളിലേക്ക് പോകും. നിങ്ങൾ സ്പേസ് നോക്കിയിട്ട് വരയ്ക്കുക കേട്ടോ. ഇച്ചിരിയുടെ ഹൈറ്റ് ഉണ്ടാവും. ഞാനത് തൽക്കാലം നമുക്ക് എലിപ്സ് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ പിന്നെ ഇതിന്റെ മുകളില് ഇതിന്റെ സെന്ററിൽ എന്തുണ്ടാവും? സെന്റർ ലൊക്കേറ്റ് ചെയ്യാം കേട്ടോ. വെറുതെ തോന്നിയെടുത്തോണ്ട് വരയ്ക്കരുത്. സെന്റർ ആദ്യം ലൊക്കേറ്റ് ചെയ്തിട്ട് ഏകദേശം 2.5 ഏകദേശം ഇങ്ങനെ വരും അല്ലേ? ഇതല്ലേ വന്നേക്കണേ? ഇത്രയും വരച്ചില്ലേ? ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം വെച്ചാൽ വെറുതെ ചുമ്മാ സർക്കിളാണ്, നമുക്കറിയാം. അപ്പോ ഇതിന്റെ റെക്ടാങ്കിളിന്റെ സൈസ് എത്രയാണ്? നമുക്ക് വേണ്ട റെക്ടാങ്കിളിന്റെ സൈസ് എത്രയാണ് നമുക്ക് വരയ്ക്കണ്ടേ? ഏറ്റവും വലിയ സർക്കിൾ 80 അല്ലേ? അതിന്റെ ഡയമീറ്റർ. എവിടെയെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു ബേസ് ലൈൻ വരച്ചു. ആർബിട്രറിലെ ഒരു പോയിന്റ് എടുത്തു. ദെൻ നമ്മുടെ പ്രൊട്ടാക്ടർ എടുത്തു, 30 ഡിഗ്രി വരച്ചു. പ്രൊട്ടാക്ടർ എടുത്തു. ദെൻ നമ്മുടെ 30 ഡിഗ്രി ലൈൻ കൺസ്ട്രക്ട് ചെയ്യുക. 30 ഡിഗ്രി. ദെൻ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാ? റെക്ടാങ്കിളിന്റെ സൈസ് എത്രയാ? ഇവിടെ റെക്ടാങ്കിൾ വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം കേട്ടോ. ഞാൻ റെക്ടാങ്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തിട്ട് അളക്കാം, അല്ലെങ്കിൽ നമുക്ക് നോട്ടത്തിൽ തന്നെ പറയാം എത്രയായിരിക്കും റെക്ടാങ്കിൾ. എത്രയായിരിക്കും ഇതിന്റെ ഡയമീറ്റർ? നിങ്ങൾ ആ റെക്ടാങ്കിൾ വരച്ച് ശീലിച്ചു, അതാ നല്ലത്. കാരണം അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇപ്പോ പെന്റഗണൊക്കെ വരുമ്പോ കുറച്ച് പാടായിരിക്കും.
ആദ്യത്തെ കുറച്ച് പ്രോബ്ലത്തിനകത്ത് ഇങ്ങനെ തന്നെ വരച്ച് പഠിച്ചു. 1 2 3 4. അപ്പൊ നമ്മൾ 1നെ ബേസ് ചെയ്തിട്ടാണ് തിരിക്കണേ. 1 നമ്മൾ നമ്മളിതാ ഈ പോയിന്റിനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചു അല്ലെ. ബോക്സ് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ ഈ വ്യൂ കിട്ടി. നമ്മളപ്പോ ഇതിനെ 1 എന്ന് കൊടുത്തു. അപ്പോ ഇതിങ്ങനെ തിരിക്കുന്നതായിട്ട് വിചാരിക്കാം. ശരിക്കും ഇതാ ഇങ്ങനെയുടെ വരും. ഓക്കെ, അപ്പോ ആ പേരും കൂടി കൊടുത്തിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഇതുണ്ടാവും, ഐഡിയ ഉണ്ടാവും. അപ്പോ ഇതിന്റെ ഡയമീറ്റർ അല്ലേ, ഇതിന്റെ ഡയമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്ററിലാണ് ആ റെക്ടാങ്കിൾ. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മിണ്ടാതെ എനിക്കിത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോകണം. 80 അല്ലേ, ഇത് എത്രയുണ്ട്? 80 എടുത്തിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ എന്താണ് കട്ട് ചെയ്യുക, ബോക്സ് വരയ്ക്കുക. ഈ ബോക്സ് വരയ്ക്കണതിന്റെ മെത്തേഡിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ. 30 ഡിഗ്രി എടുക്കുക, നമുക്ക് ആ വേണ്ട റെക്ടാങ്കിൾ എത്രയാണെന്ന് നോക്കുക. ആവശ്യമുള്ളത്ര ആർക്ക് വരച്ചാൽ മതി. വെറുതെ ആർക്ക് വരച്ച് ഇതാക്കണ്ട. ഞാൻ അത് ഒരു അല്ലെങ്കിൽ പാരലലായി വരച്ചിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ഇത് മാത്രം മതി, ആ ഇന്റർസെക്ഷൻ പോയിന്റ് മാത്രം മതി. പാരലൽ ലൈൻ വരച്ചിട്ടോ എന്താണെങ്കിലോ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഒരു ബോക്സ് വരയ്ക്കാം. ഇനി എന്ത് ചെയ്യും? ഇനി ഇവിടെ സിലിണ്ടർ ആണ് അല്ലെ, ഈ സിലിണ്ടർ ആണ്. അപ്പോ ഈ മനസ്സിലായി. സിലിണ്ടർ ആണ് നോക്ക്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക സിലിണ്ടറിക്കൽ സർക്കുലർ ബേസ് സർഫസ് ആണിത്. അപ്പൊ ഈ സർക്കുലർ ബേസ് സർഫസ് സർക്കിൾ എന്തായിട്ട് കാണും നമ്മളൊരു എലിപ്സ് ആയിട്ട് കാണും. അപ്പോ ബോട്ടത്തിലും ഒരു എലിപ്സ് വരും, ഇതിന്റെ ടോപ്പിലും എന്ത് വരും? ഒരു എലിപ്സ് വരും. ഓക്കെ, ഇതൊരു സിലിണ്ടർ ആയിട്ട് എടുക്കുക. സിലിണ്ടർ അപ്പൊ എങ്ങനെ എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യും? എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഓർക്കുന്നുണ്ടോ? അതായത് ഇതിന്റെ ഈ കോർണറിലെ നമുക്ക് ഇങ്ങനെയാണ് എലിപ്സ് വരേണ്ടത്. ഇങ്ങനെയാണ് എലിപ്സ് വരേണ്ടത് അല്ലെ, നമ്മളിങ്ങനെയാണ് തിരിക്കണം. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് ഇത് വരയ്ക്കുക. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം മാർക്ക് ചെയ്യണം. അപ്പോ മിഡ് പോയിന്റ് സ്കെയിൽ വെച്ചിട്ടോ എന്താണ് എത്രയാണ് 80 ആണെങ്കിൽ ഇതിന്റെ ഒരു മിഡ് പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കോ. ഇത് 80 അല്ലായിരുന്നോ? ഇതിന്റെ മിഡ് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 10 14 അല്ലെ, 14. അതുപോലെ തന്നെ ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ഇതെന്തോ എന്റെ ചെരിഞ്ഞ് പോയിട്ടുണ്ട്. എന്താ ഇവിടെ മറ്റേ പാരലല്ലാന്ന് തോന്നുന്നു. എന്നു വെച്ചാല് ഈ സ്ക്രീനിൽ കാണുമ്പോഴേ ആ കോമ്പസിന്റെ പോയിന്റ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല.
ഇതിന്റെ മിഡ് പോയിന്റ്. നമ്മൾ ഈ ലൈൻസിന്റെ മിഡ് പോയിന്റ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ മിഡ് പോയിന്റ്. പന്ത്രണ്ട് ഇതിന്റെ മിഡ് പോയിന്റ്. ഇതിന്റെ മിഡ് പോയിന്റ്. അപ്പോൾ 7 4 11. ഓക്കെ, ഏകദേശം ഇതുപോലെ എല്ലാ ലൈനിന്റെയും മിഡ് പോയിന്റ് വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാല് ഇതിന്റെ നമ്മുടെ ഐസോമെട്രിക് വ്യൂ എങ്ങനെയാണോ ഇരിക്കുന്നത്, ഇതാ നമ്മുടെ നേരെ കാണുന്ന ഓപ്പോസിറ്റ് കോർണേഴ്സ്, അവിടെ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് എഡ്ജിലേക്ക് എന്ത് ചെയ്യുക, ആ മിഡ് പോയിന്റിലേക്ക് ലൈൻസ് വരയ്ക്കുക. അതുപോലെ തന്നെ ഈ കോർണറിൽ നിന്നും ഈ എഡ്ജിലേക്ക്. മനസ്സിലായോ? ഇതെങ്ങനെയാ വരയ്ക്കുന്നത് മനസ്സിലായോ? ഇത് മനസ്സിലായില്ലെങ്കിൽ എന്തായാലും ഒരു സിലിണ്ടർ കോമ്പിനേഷൻ എന്തായാലും വരാൻ വഴിയുണ്ട്. ഇതുപോലെ എലിപ്സ് തന്നെ ഒരു സാധനം എന്തായാലും കയറി വരാൻ വഴിയുണ്ട്. നമ്മൾ ആ തൊട്ട് മുമ്പ് ചെയ്ത പോലത്തെ വരുവാണെങ്കിൽ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഈസിയാണ് അല്ലേ. കുറച്ച് സ്പിയർ എന്തായാലും ഉണ്ടാവും, സ്പിയറിൽ ഹെമിസ്ഫിയർ എന്തായാലും ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ കോൺ കോമ്പിനേഷനും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു എബോ ആവറേജിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ അതായിരിക്കും. ഓക്കെ, അപ്പോ ഇതൊന്നത് എക്സ്പ്ലെയിൻ ചെയ്യണോ? ഈ എലിപ്സ് വരച്ചത് ക്ലിയർ അല്ലേ? അതില ക്ലിയർ അല്ലേ? അതെ സർ, ക്ലിയറാ. ഓക്കെ, അശ്വിൻ ദാസേ കുഴപ്പമില്ല സാർ. മനസ്സിലായില്ലേ? അത് കാരണം വെച്ചാല് ഇത് ചെയ്യണമെങ്കിൽ അത് വരയ്ക്കണം, വരച്ചില്ലെങ്കിൽ അത് വരയ്ക്കാൻ പാടായിരിക്കും. വെറുതെ എന്തെങ്കിലും വരച്ചു കഴിഞ്ഞാലത്. ഓക്കെ, അനുശ്രീ ഓക്കെ അല്ലേ? വരയ്ക്കുന്നുണ്ടോ? വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ആൽബി ജോസഫേ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല സാർ. ഓക്കെ. ഓക്കെ, അൽത്താഫ് മുഹമ്മദ് അൽത്താഫ് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത്രയായോ? ഇതിന്റെ ഡിവിഷൻ ഒന്നുകൂടെ പറയണ്ടല്ലോ. എങ്ങനെയാ വരച്ചതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാത്തിന്റെയും മിഡ് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഇത് എപ്പോഴാണ് വരുന്നത്? നമുക്ക് സർക്കുലർ ഫേസസ് ഉള്ളപ്പോൾ, അതായത് സിലിണ്ടർ, കോൺ, ഈ രണ്ട് കേസിൽ. അതുപോലെ തന്നെ എപ്പോഴാണ് ഹെമിസ്ഫിയർ ഇതാ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ, ക്രിസ്ത്യൻ വന്നല്ലോ അല്ലെ, ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ, ഇങ്ങനെ മൗണ്ട് ചെയ്യുമ്പോൾ പ്രശ്നമില്ല. ഇങ്ങനെ മൗണ്ട് ചെയ്യുമ്പോൾ ഒക്കെ എന്ത് വരും? ഈ ടോപ്പില് എന്ത് വരും? ഒരു എലിപ്സ് വരും. ഓക്കെ, അതുപോലെ തന്നെ ഈ കോൺ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ ഇത് വരും. അതുപോലെ തന്നെ സിലിണ്ടർ, ഈ കേസുകളിലെല്ലാം നമുക്ക് എന്ത് വരും? നമുക്ക് എലിപ്സ് വരും. അപർണ ക്ലിയർ ആണല്ലോ അല്ലെ? വരയ്ക്കാൻ പറ്റുന്നില്ലേ? ഞാൻ അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ആ എലിപ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതെനിക്ക് വരയ്ക്കാനായിട്ട് പാടാണ്. നമുക്ക് സെറ്റ് നോക്കാം അല്ലെ? നമ്മള് ഇവിടെ കുത്തുക, ഈ റേഡിയസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ. ഈ റേഡിയസ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇതാ ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ഒരിത്. അടുത്തത് എന്താണ്? ഇവിടെ കുത്തുക, ഇവിടെ കുത്തിയിട്ട് ഈ റേഡിയസ് എടുത്തിട്ട് അതുപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട്
അഭിരാമിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ സാർ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഈ ഐസോമെട്രിക്കിൽ നിങ്ങൾ സിലിണ്ടർ ഇതിന്റെ കോമ്പിനേഷൻ വന്നത് കുറച്ച് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. നമുക്ക് ഒരു കാരണം ഒരു പ്രോബബിലിറ്റി കൂടിയത് ഇതിൽ നിന്നായിരിക്കും. എന്ന് വെച്ച് ബാക്കി എഡ്ജസ് വന്നു കഴിഞ്ഞാൽ അത് നോക്കരുതെന്നല്ല. കണ്ടോ, ഇത് ഇവിടെ കുത്തിയിട്ട് ഇത് ഇവിടെ കുത്തിയിട്ട് ഇപ്പുറത്ത്. ഇനി ഈ ചെറുത് എന്ത് ചെയ്യണം? ഇവിടെ കുത്തണം. എനിക്കത് ചെയ്യാനുള്ള ഇതാണ്. നിങ്ങൾക്ക് വരയ്ക്കാലോ അല്ലെ? എവിടെ എടുക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ആർക്ക് എവിടെ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇവിടെയാണ് കുത്തേണ്ടത് കേട്ടോ. ഇവിടെ കുത്തിയിട്ട് ഈ റേഡിയസ് ആണ് എടുക്കേണ്ടത്. ഇതിനകത്ത് ആ റേഞ്ച് എനിക്ക് കിട്ടില്ല. ഇങ്ങനെ എടുത്തിട്ട് വരയ്ക്കണ മനസ്സിലായല്ലോ? ഈ ഇത് എടുത്തിട്ട് അശ്വിൻ ദാസേ കിട്ടിയോ? അതുപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട്. അപ്പൊ ഞാൻ സെന്റർ മാത്രം വരയ്ക്കേണ്ട സെന്റർ മാത്രം ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് സെന്റർ ആക്കി വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എനിക്കിത് വരയ്ക്കാൻ പറ്റില്ല, ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മാറ്റാനും പറ്റില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം? ഇനി ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. ബോക്സ് കംപ്ലീറ്റ് ചെയ്യണതാണ് നല്ലത്. കാരണം ഇതിന്റെ മുകളിൽ അടുത്ത എലിപ്സ് തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ 2 എലിപ്സ് വരയ്ക്കണം. ഇതിന്റെ മുകളിൽ അടുത്ത എലിപ്സ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് എത്രയാണ്? 120 ആണെങ്കിൽ 120 എടുത്തിട്ട് ഇതേ പരിപാടി. എത്രയാ? 120 അല്ലേ ഇതിന്റെ ഹൈറ്റ്? അതായത് 12 സെന്റിമീറ്റർ വരും. അപ്പൊ നിങ്ങളുടെ ഡ്രോയിങ് ഷീറ്റിൽ ഇത് കൊള്ളുവോ ഇല്ലയോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് പേജിൽ വരയ്ക്കണം. സെപ്പറേറ്റ് പേജിൽ വരച്ചാലും ഇത് കുഴപ്പമൊന്നുമില്ല. 1 2 3 4 5 6 7 8 9 10 11. ഞാനത് മൊത്തം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ വരയ്ക്കാം കേട്ടോ. ഇത്ര ഹൈറ്റ് കുറച്ച് വരയ്ക്കാണ്. നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം ഹൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വരച്ചാൽ മതി കേട്ടോ. പക്ഷെ എക്സാമിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വരയ്ക്കണം. 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. സ്കെയിൽ നിങ്ങൾക്ക് സ്കെയിൽ എടുത്ത് വെക്കുമ്പോൾ കുറച്ച് സ്പീഡായിട്ട് വരയ്ക്കാൻ പറ്റും. 1 2 3 4 5 6 7 8. അതിന്റെ സെന്ററിലാണ് വന്നേ. 1 2 3 4 5 6 7 8. ഇത് ഇതിന്റെ ഇവിടെ തന്നെയാണോ തന്നെ? ഈ പോയിന്റിൽ തന്നെയാണോ തന്നെ? ഇങ്ങനെയാണോ തന്നെ? അല്ല, 12 ആകുമ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് പോകുമല്ലോ അല്ലെ? നിങ്ങൾ 12 എടുത്തല്ലേ വരയ്ക്കണേ?
12 എടുത്തല്ലേ വരയ്ക്കണേ? സർ ആ സർ ഹാഫ് ഡിസ്റ്റൻസ് എടുക്കാൻ നേരത്ത് എന്ത് ചേഞ്ചാ ഉണ്ടാവുന്നത്? ഇതിന്റെ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ പരീക്ഷയ്ക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1:2 എന്നുള്ള ഇതിൽ മൊത്തം വരയ്ക്കേണ്ട വരും. അല്ലാണ്ട് ഇതിന്റെ ഹൈറ്റ് മാത്രം ഹാഫ് എടുക്കരുത്. അല്ല സർ, എല്ലാ മനസ്സിലായോ? ഡിസ്റ്റൻസും 1:2 ആക്കുമ്പോ എല്ലാ ഡിസ്റ്റൻസും 1:2 ആവുമ്പോ എന്താണ്, ഇതിന്റെ നേരെ പകുതിയാവും. ഇത് 1:2 വരയ്ക്കാം. പ്രൊജക്ഷനിലാണ് നമ്മൾ ഹാഫ് എടുക്കുന്നെങ്കിലോ? പ്രൊജക്ഷനിൽ ഹാഫ് എടുക്കരുത്, എടുക്കേണ്ട വരില്ല. കാരണം 0.82 ടൈംസ് ചെറുതാക്കിയല്ലേ വരയ്ക്കണ്ടേ. അപ്പൊ മിക്കവാറും അതിന് കിട്ടിക്കോളും. ഇനി അതിനാണ് ഹാഫ് എടുക്കുന്നതെങ്കിൽ നമ്മള് ഒന്നലി രണ്ട് രീതി ചെയ്യാം. ഒന്നലി 1:2 എടുത്തിട്ട് നമ്മൾ ഈ ഡ്രോയിങ് മൊത്തത്തിൽ, ഈ വ്യൂ മൊത്തത്തിൽ 1:2 വരയ്ക്കാം. ഓക്കെ, ആ 1:2 വരച്ചേക്കണ അതിന്റെ 0.82 എടുത്തിട്ട് വരയ്ക്കാം. മനസ്സിലായോ? അതായത് ഈ വ്യൂ നമ്മുടെ ഫസ്റ്റ് സിമ്പിൾ പൊസിഷൻ എന്ത് ചെയ്യുക, 1:2 വരയ്ക്കുക. 1:2 വരയ്ക്കുക. എന്നിട്ട് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ നേരത്ത് ഇതാണല്ലോ നമ്മുടെ സാധനം. അപ്പോ ഈ 1:2 വരച്ചേക്കണതിന്റെ 0.82 എടുത്തിട്ട് വരയ്ക്കുക. പക്ഷെ മാർക്ക് ചെയ്യേണ്ട ഡയമെൻഷൻ പേജിന്റെ സൈസ് ഒക്കെ എന്തോരം ഉണ്ടായിരിക്കും സർ? A4 ആണ്, A4 സൈസ് ആണ്. അതായത് ഒരു 117 110 വന്നു സൈസ്. അത് നിങ്ങൾക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സിംഗിൾ പേജിൽ വെർട്ടിക്കലായിട്ട് വരയ്ക്കാം. വെർട്ടിക്കലായിട്ട് വരയ്ക്കേണ്ടതൊക്കെ കിട്ടിക്കോളും. ലാൻഡ്സ്കേപ്പ് മോഡിൽ വരയ്ക്കാൻ നിൽക്കേണ്ട, ബുക്ക്ലെറ്റ് ആണ്. ഞാനത് ഇന്ന് ഇല്ല കയ്യില്. ഇതുപോലെ ഒരു ബുക്ക്ലെറ്റ് ആണ്. അപ്പൊ ബുക്ക്ലെറ്റിനകത്ത് ഇത്ര ഇതുണ്ടാവില്ല, ഈ ഇങ്ങനെ വരയ്ക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിന്റെ ഒരു സിമ്പിൾ പൊസിഷൻ ഇവിടെ വരച്ചിട്ട് ഈ അടുത്ത പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐസോമെട്രിക് വരയ്ക്കാം. കുഴപ്പമില്ല. നമ്മൾ ചില ഈ സോളിഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇങ്ങനെ ഒരേപോലെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഒരേ ലൈനിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഒരു വ്യൂവിൽ നിന്നാണ് അടുത്ത വ്യൂ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഡെവലപ്മെന്റിന്റെ കേസിനകത്തും നമ്മൾ പ്രിസത്തിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരേ ലൈനിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി നമ്മൾ പിരമിഡോ അല്ലെങ്കിൽ കോണോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ മാറ്റി ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ വേറെ പേജ് ചെയ്താലും, വേറെ പേജ് എന്ന് പറഞ്ഞാൽ കഴിയുന്നതും ഇതും എടുക്കുക ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. മനസ്സിലായില്ലേ? ഇപ്പൊ ഐസോമെട്രിക് ചെയ്യുവാണെങ്കിൽ ഐസോമെട്രിക്കിന്റെ സിമ്പിൾ പൊസിഷൻ ഇവിടെ ഇങ്ങനെ ഇതിനെന്താ പറയുക, പോർട്രേറ്റിൽ വരച്ചിട്ട് ഇവിടെ അതിന്റെ ഐസോമെട്രിക് വരയ്ക്കുക. ഇനി ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഡെവലപ്മെന്റിന്റെ ഇവിടെ ചെയ്തിട്ട് എന്താണ്, സിമ്പിൾ പൊസിഷൻ ഇവിടെ വരച്ചിട്ട് അതിന്റെ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ പ്രൊപ്പേജ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ എടുക്കുക. പക്ഷെ സോളിഡ്സ് ഒന്നും അങ്ങനെ ചെയ്യരുത്. സോളിഡ്സ് ഒക്കെ ഒറ്റ പേജിൽ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ മൾട്ടി വ്യൂ ഒറ്റ പേജ് ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. ഏകദേശം ആ ബുക്കിന്റെ സൈസ് ആയിരിക്കും, അത് ഏകദേശം അതാണ്. ഓക്കെ. എന്നിട്ട് ഇവിടെയും എന്ത് ചെയ്യുക, ഇതേ പരിപാടി ചെയ്യുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ തിക്കാക്കാനുള്ളതെല്ലാം തിക്കാക്കാം കേട്ടോ. എല്ലാം തിക്കാക്കാനുള്ളതെല്ലാം തിക്കാക്കുക. ഇപ്പൊ കണ്ടോ, ഇത് ഈ യെല്ലോ ലൈൻസിൽ കാണുന്നത് മുഴുവൻ തിന്നാണ്. അതായത് നിങ്ങൾ ആ ബോക്സ് എന്ന് പറഞ്ഞ മടുത്തോ 12 ഈ ബോക്സ് എന്ന് പറഞ്ഞ ഇത് കാണുകയേ ചെയ്യരുത്. ഭയങ്കര തിന്നായിട്ട് കിടക്കണം, മാച്ചുകളരുന്നത്. അതിനൊക്കെ മാർക്കുള്ളതാണ്. നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ കൂടി ഒരു 3 മാർക്ക് ഇതിന് കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും, എന്ന് വെച്ചാൽ 3 മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല അല്ലാതെ പറയണേ, ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാതെ പോകരുത് ഒരു കാരണവശാലും. അപ്പോ ഇത് കിട്ടി. ഇതേപോലെ തന്നെ മുകളിലും എന്ത് ചെയ്യുക, മുകളിലും ഇത് ചെയ്യുക. മുകളിലും ഇങ്ങനെ തന്നെ ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കുക. അപ്പൊ മിഡ് പോയിന്റ് എടുക്കാനായിട്ട് എളുപ്പമാണ് ഇനി. കാരണം ഇവിടെ ഇങ്ങനെ ഡയമെൻഷൻ ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരെ ഇതങ്ങ് വെച്ചാൽ മതി. ഇത് ഇതിന്റെ മിഡ് പോയിന്റ്, എന്നിട്ട് ഇതിന്റെ മാച്ച് കളഞ്ഞാൽ മതി. ഇതിന്റെ മിഡ് പോയിന്റ്, ഇതിന്റെ മിഡ് പോയിന്റ്,
പോയിന്റ് ഒരു ഇതിൽ തന്നെ പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഇതിലേക്ക്, ഇവിടെ നിന്ന് ഇതിലേക്ക്, ഇവിടെ നിന്ന് ഇതിലേക്ക്. ഈ ഞാനിപ്പോ ഈ ഡാർക്കായിട്ട് വരയ്ക്കാൻ ഇത് ശരിക്കും പറഞ്ഞാൽ വേണ്ട കേട്ടോ. ഇത് ഞാൻ ആ സെന്റർ എനിക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് വെച്ചതാണ്. ഇത് നിങ്ങൾ ഇൻ കേസ് വരയ്ക്കുകയാണെങ്കിൽ തന്നെ തിന്നായിട്ട് വരയ്ക്കണം കേട്ടോ. നമ്മുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണിത്. ഞാൻ എനിക്ക് ആ മുകളിലത്തെ സെന്റർ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നമ്മുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ലൈനാണിത്, നമുക്ക് ആവശ്യമേ ഇല്ല. ഈ പറഞ്ഞ പരിപാടിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മുകളിലും ഒരു എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാം. മുകളിലും ഒരു എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാം. നിങ്ങൾ ഇത്രയും ചെയ്തോ ആരെങ്കിലും ഒരു ഡെമോ ഇടാമോ ചെയ്തവര്? നമുക്കൊരു സീറോടെ ചെയ്യണമായിരുന്നു. നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ എപ്പോഴെങ്കിലും ആഫ്റ്റർനൂണ് കൂടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ തന്നെ എല്ലാവരും മടുത്തിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ നോക്കി എന്തായാലും സ്പിയർ ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കോളേജ് വന്നാലേ ഇതുപോലെ രണ്ടുപേരും ചോദിച്ചു കോളേജ് വന്നാൽ സാറ് കാണുള്ളൂ. ഞാനുണ്ട്, കുഴപ്പമൊന്നുമില്ല, എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർ വരുന്നത് വന്നു കഴിഞ്ഞാല് ഇതാണ് ഇപ്പൊ എക്സാം നടക്കുന്നുണ്ട്. അപ്പൊ വന്ന് കുഴപ്പമില്ല, നിങ്ങൾ പോരെ, അതിലുണ്ടെങ്കിൽ പോരെ. ഓക്കെ സാർ. ഇങ്ങനെ ഇത് വരച്ചതിനകത്ത് ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഇതിന്റെ എലിപ്സ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവണം. സെന്ററൊക്കെ കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് തന്നെ ചെയ്യണം. ആരെങ്കിലും ഒന്ന് വരച്ചെടുത്തോളൊന്ന് ഇടാമോ? അഭിരാമി അനുശ്രീ ഉണ്ടോ? ഞാൻ വരച്ചതിനൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്. കംപ്ലീറ്റ് ആയോ? ചുമ്മാ ഒരു ഡെമോ ആരെയും കിട്ടാൽ മതി. എനിക്ക് എന്തൊരു ആയിരുന്നു ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോ എലിപ്സ് കറക്റ്റ് ആയിട്ട് ഇത്രയും കംപ്ലീറ്റ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നിട്ട് ഇതിന്റെ തന്നെ ഉണ്ടല്ലോ, ഇതിന്റെ സെന്ററിൽ കൂടി ഒരു ലൈൻ ലൊക്കേറ്റ് ചെയ്യാം. ഇതിന്റെ ടാൻജന്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. ഇതൊക്കെ തിന്നായിട്ട് വരയ്ക്കണം കേട്ടോ. എന്നിട്ട് വേണ്ട ഇവര് തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഡാർക്ക് ലൈൻസ് വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ തിക്ക് ലൈൻസ് വരയ്ക്കേണ്ടത്, ഡാർക്ക് എന്നല്ല തിക്ക് ലൈൻസ് വരയ്ക്കേണ്ടത് ഇത് തമ്മിലാണ്. ഇതിപ്പോ എന്റെ ചെരിഞ്ഞ് പോയിട്ടുണ്ട്, ഞാനിവിടെ കറക്റ്റ് എലിപ്സ് അല്ലല്ലോ വരച്ചേക്കണേ. അപ്പോ അത് നോക്കണ്ട, ഇതെല്ലാം തിക്കാക്കുക. നിങ്ങൾ ആരെങ്കിലും വരച്ച ഒരാളുടെ ഒരു ഇത് ഇടാമോ? ഇത്രയും ഈ സിലിണ്ടറിന്റെ ഐസോമെട്രിക് കംപ്ലീറ്റ് ചെയ്തവരെ ജസ്റ്റ് അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ എല്ലാവർക്കും കൂടി റെഫറൻസ് ആവുമല്ലോ. അജിത്ത് ഉണ്ടോ? അജിത്ത് ആരെങ്കിലും ഇട്ടാൽ മതി. പറഞ്ഞോ, ഇത്രയായോ? ഇല്ല സാർ, ചെയ്തോണ്ടിരിക്കണേ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് ഇടണേ. കഴിഞ്ഞവരെ കംപ്ലീറ്റ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ. സാർ ഇട്ടിട്ടുണ്ട്, കറക്റ്റാണോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കോമ്പസ് വെച്ചാണ് അത് വരച്ചേ? സർക്കിള് ഫ്രീ ഹാൻഡ് ആയിട്ട് കോമ്പസ് വെച്ച് ലൈറ്റ് ആയിട്ട് വരച്ചിട്ടാ വരച്ചു. അല്ല, കോമ്പസ് തന്നെ വെച്ച് വരയ്ക്കണം കേട്ടോ. അത് ഫ്രീ ഹാൻഡ് യൂസ് ചെയ്യരുത്. കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ ഫ്രീ ഹാൻഡ് അതിനകത്തുണ്ടെന്ന്. പിന്നെ അത് മാത്രമല്ല, ടോപ്പിലെയും ബോട്ടത്തിലെയും തമ്മിൽ ഡയമെൻഷന്റെ വ്യത്യാസം ഉണ്ടല്ലോ. സിലിണ്ടർ അല്ലേ, എവിടെ ലൈൻ ചെരിഞ്ഞു പോയതായിരിക്കും നമ്മൾ ആ വെർട്ടിക്കൽ ലൈൻ വരച്ചപ്പോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുമോ? നിങ്ങൾ ആ വാട്സാപ്പിലെ ഇമേജ് ഒന്ന് എടുക്കുമോ അജിത്തിന്റെ? ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഇപ്പോ അതിനകത്ത് ഇട്ടേക്കണതിനകത്ത് നമ്മൾ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്, അതൊരിക്കലും ചെയ്യരുത്. പിന്നെ അത് ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്.
ഇത് കാണാമോ? ഇത് കാണാമോ? ഇമേജ് കാണാമോ? ഷെയർ ചെയ്തേ. കാണാം സാർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇതാണ് ഈ മോളിലത്തെ ടോപ്പിലെയും ഇത് നമ്മൾ കണ്ടോ സൈസ് വ്യത്യാസമുണ്ട്. സിലിണ്ടർ ആകുമ്പോൾ ഒരേ സൈസിൽ വന്നായിരുന്നു. അപ്പോൾ അത് ഈ വെർട്ടിക്കൽ ലൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞപ്പോൾ ചെരിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ വെർട്ടിക്കൽ ലൈൻ വരച്ചത് ചെരിഞ്ഞു പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ, നമ്മൾ കോമ്പസ് കൊണ്ട് എന്താണോ കിട്ടുന്നത് അത് വരച്ചാൽ മതി. ഇനി അതിനെ തിക്കാക്കാൻ വേണ്ടി ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യരുത്. ബാക്കി തിക്നെസ് ഒക്കെ കറക്റ്റാണ്. ഈ ബോക്സിന്റെ തിക്നെസ്, ബാക്കി കൺസ്ട്രക്ഷൻ എല്ലാം കറക്റ്റാണ്. ഇതാണെങ്കിൽ ഇച്ചിരി കൂടെ ലൈറ്റ് ആക്കാന്ന് ഞാൻ പറയുള്ളൂ. എന്നാലും ഓക്കെയാണ്, കാരണം അത് അത്ര വിസിബിൾ ആവണ്ട. നെക്സ്റ്റ് തെറ്റ്, ഇവിടെ ഇത് കാണില്ല കേട്ടോ. ആയിത്തെ ഇതിന് ഉള്ളില് ഇത് ഇടണാണ്. ഇത് കാണാമോ? എന്റെ കഴ്സർ കാണാമോ? ഓക്കെ, എല്ലാവരോടും വേണ്ടിയിട്ടാ പറയണേ. പിന്നെ ഈ സ്പിയർ വരച്ചത് കറക്റ്റ് ഡയമെൻഷൻ എടുത്തിട്ടാണോ? അത് ചുമ്മാ റഫ് വരച്ചല്ലേ? സ്പിയർ എങ്ങനെയാന്ന് പറഞ്ഞാല് ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇതിന്റെ സെന്റർ കിട്ടി. ഇവിടെ ഐസോമെട്രിക് വ്യൂ ആണ് വരച്ചേക്കണേ. അപ്പോ സ്പിയറിന്റെ റേഡിയസ് എടുത്ത് മുകളിലേക്ക് എടുത്തിട്ട് സെന്റർ ലൊക്കേറ്റ് ചെയ്യണം. എന്നിട്ട് 1.2 ടൈംസ് റേഡിയസ് എടുത്തിട്ട് വേണം വരയ്ക്കാൻ. ഇത് ഇത്രയും ചെറുതായിരിക്കില്ല സ്പിയർ. സ്പിയർ വലുതല്ലേ? അല്ലേ? വലുതാ വരുന്നത്. ഞാൻ ഓക്കെ, കുഴപ്പമില്ല. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ഇത് ഏകദേശം ഈ ഷേപ്പിലാണ്. വേറെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നോടെ ഇടണേ. ആരെങ്കിലും ഒന്നോടെ ഇടണം. അപ്പൊ ഞാൻ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ വരച്ചൊരു സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് പറയുമ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടും, അതിന് വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നുകൂടെ. സാർ മ്യൂട്ടാണോ സാർ? ഹലോ, കേൾക്കാം സാർ. എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഇല്ല. ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പഴയ പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യണത്? ഇതിന്റെ റേഡിയസ് എത്രയാണ്? സ്പിയറിന്റെ റേഡിയസ് 25. ഇവിടെ നിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇത് സ്പിയർ ടച്ച് ചെയ്യണ പോയിന്റ് ആണ്. ഈ പോയിന്റ് സ്പിയർ ടച്ച് ചെയ്യണ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് വേണം എന്തെടുക്കാൻ? ഇവിടെ നിന്ന് വേണം നമ്മുടെ 25 എടുക്കാൻ. പതിമൂന്ന് 2 15.5. ഞാൻ കൊണ്ടുപോകാനുണ്ട്. കുഴപ്പമില്ല. ഞാൻ
ഇപ്പോ കഴിഞ്ഞു പോകുന്നു. നമ്മള് ഇതാണ് സ്പിയറിന്റെ സെന്റർ. ഇത് ടച്ച് ചെയ്യണ പോയിന്റ് ആണ് കേട്ടോ. ഇതൊരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ഇപ്പൊ അജിത്ത് വരച്ചതിനകത്ത് ഇതിൽ കൂടി കയറിപ്പോയായിരുന്നു, അത് തെറ്റാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തെറ്റാന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യണ പോയിന്റിനെ കവർ ചെയ്തിട്ടല്ലേ അതിന്റെ ഇത് വരുന്നേ അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞേ? നോക്കി, ഇത് ടച്ച് ചെയ്യണ പോയിന്റിനെ കവർ ചെയ്തിട്ടാണ് നമ്മളിത് കാണുക, ഇതിന്റെ ഐസോമെട്രിക്കിൽ കാണുക. അപ്പോ ഇതിന്റെ സർഫസിൽ നമ്മൾ വരയ്ക്കുന്നത് സ്പിയർ ടച്ച് ചെയ്യണ പോയിന്റ് ആണ്. ഓക്കെ, നമ്മൾ ആ ടച്ച് ചെയ്യണ പോയിന്റിൽ നിന്നും ഉള്ള ഹൈറ്റിലാണ് എന്ത് വരുന്നത്? സ്പിയറിന്റെ സെന്റർ വരേണ്ടത്. അതിനകത്തൊരു കൺഫ്യൂഷൻ മിക്കവാറും അവിടെ തെറ്റിക്കാറുണ്ട് എല്ലാവരും. ഈ സ്പിയർ കോമ്പിനേഷൻ വരുമ്പോൾ വാല്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന 2 പോയിന്റുകളാണ്. ഇതിന്റെ സെന്റർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കണം, ആ സെന്ററിലേക്കുള്ള ഹൈറ്റ് എത്രയാണ്. അപ്പൊ ഇതൊരു ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ എന്ത് വരും? ഈ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്നും സ്പിയറിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 0.82 ടൈംസ് റേഡിയസ് എടുക്കും, പ്രൊജക്ഷൻ ആണെങ്കിൽ. എന്നിട്ട് റേഡിയസ് എന്ത് വരയ്ക്കും? ഒറിജിനൽ റേഡിയസ് വരയ്ക്കും. ഇതൊരു പ്രൊജക്ഷന്റെ പ്രോബ്ലം ആയിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്നും സ്പിയറിന്റെ സെന്ററിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് 0.82 ടൈംസ് എടുക്കും. ഇത് പ്രൊജക്ഷൻ അല്ല, ഇത് ഐസോമെട്രിക് വ്യൂ ആണ്. സോ നമ്മൾ എന്താണോ റേഡിയസ് അതേ ഡിസ്റ്റൻസ് എടുത്താൽ മതി. നിങ്ങൾ ആ ക്യാമറ ഒന്ന് പിൻ ചെയ്തിട്ട് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് എന്താണ് സിലിണ്ടർ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ ചെയ്തേക്കണേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 1.2 ടൈംസ് ഓഫ് 1.2 ടൈംസ് ഓഫ് റേഡിയസ് എടുക്കണം. സ്പിയർ റേഡിയസ് 1.2 ടൈംസ് ഓഫ്, ഇവിടെ എത്രയാണ്? 50 mm ഡയമീറ്റർ അല്ലേ? അപ്പൊ 25 എടുക്കണം. അപ്പോ 15, 60, 30 വരും അല്ലെ? 30 വരും. ഇത് കാരണം എന്തുകൊണ്ടാണ്? ഇത് വ്യൂ ആണ് നമ്മളോട് ചോദിച്ചത്. ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനാണ് ചോദിച്ചത്. ഇത് പ്രൊജക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ഒറിജിനൽ റേഡിയസിൽ വരയ്ക്കണം. ഈ ഡിസ്റ്റൻസുകളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതാണ് സെന്റർ ഓഫ് സ്പിയർ. നമ്മുടെ 3 എടുക്കുക. 3 ആണ് വേണ്ടത്. ഞാനപ്പോൾ എനിക്ക് കിട്ടിയ ഇതിനകത്ത് എടുക്കാൻ പറ്റുന്ന മിനിമം ഇത് വെച്ചിട്ട് ഞാൻ അങ്ങ് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരും. കംപ്ലീറ്റ് ആയോ? ഇതെല്ലാം ഈ എലിപ്സ് എല്ലാം ചിക്കൻ ചെയ്യാം. ഇതിനുള്ളിലുള്ളതൊക്കെ ഇതാക്കാൻ പറ്റും, അതെല്ലാം ചെയ്യാം. ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ?
കംപ്ലീറ്റ് ആയോ? അലീന കംപ്ലീറ്റ് ആയായിരുന്നോ? ഇല്ല സാർ, വരക്കുവാ. ഓക്കെ. അഭിരാമി സാർ വരയ്ക്കുക.